السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي يا محيي الدين يا محيي الدين يا محيي الدين يا عبد القادر جيلاني يا محيي الدين يا محيي الدين يا محيي الدين يا عبد القادر جيلاني يا محيي الدين يا محيي الدين يا محيي الدين يا عبد القادر جيلاني. ആദരണീയരായ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ ഖദ്ദസല്ലാഹു സിർറഹുൽ മഹാനവറുകളുടെ അഭിവന്ദരായ ഖലീഫമാരെ, പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, എൻ്റെ ബാധ്യത ഉദ്ഘാടനം ചെയ്യുക എന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വാക്യത്തിൽ ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. മഹാനായ ഖുത്ബുസ്സമാൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ആ നിറഞ്ഞ സാന്നിധ്യം കൊണ്ട് ഒരുപാട് വർഷങ്ങളോളം സന്തോഷിച്ച് ജീലാനി സമ്മേളനം നടന്നതിൻ്റെ ഓർമ്മയിൽ ആണ് നമ്മളുള്ളത്. ഇപ്പോഴും ഈ സ്റ്റേജിൽ മഹാനവറുകൾ വന്നിരിക്കുന്നത് പോലെ നമുക്ക് തോന്നിപ്പോവുകയാണ്. അത്രത്തോളം നമ്മുടെ ജീലാനി സമ്മേളനം മഹാനവറുകളുമായിട്ടും മഹാനവറുകളുടെ ഓർമ്മയുമായും സാന്നിധ്യവുമായിട്ടൊക്കെ അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് അവൻ്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ ദീൻ അത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വ്യക്തമായിട്ടത് കാണിച്ചു തന്നു. അത് കേവലം ചില അനുഷ്ഠാനങ്ങൾ മാത്രമല്ല, അതുപോലെ തന്നെ പ്രത്യയശാസ്ത്രവും അല്ല. രണ്ടും കൂടിയാലും പിന്നെയും ചിലതൊക്കെ വേണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഹദീസ് ജിബ്രീൽ എന്ന് പറയുന്ന ആ പ്രശസ്തമായ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ദീൻ എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, ഈ സമുദായത്തിന് ദീൻ പഠിപ്പിച്ചു തരാൻ വേണ്ടി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്ന സംഭവമാണ് ആ ഹദീസിൽ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ മനുഷ്യരൂപം കൊണ്ടുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം വരികയും അങ്ങനെ എന്താണ് ഇസ്ലാം എന്ന് ചോദിക്കുകയും ഇസ്ലാം എന്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു കൊടുത്തു. അത് നമ്മുടെ ഷഹാദത്ത് കലിമ
അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞ് ഈമാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി പറഞ്ഞു, അൻ തുഅ്മിന ബില്ലാഹി വ മലായികത്തി എന്ന് പറഞ്ഞ് ഈമാൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അനുഷ്ഠിക്കേണ്ടതായ കാര്യങ്ങളൊക്കെ ആണ് ഇസ്ലാം, വിശ്വസിക്കേണ്ട കാര്യങ്ങളാണ് ഈമാൻ. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നു, മൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്താണെന്ന്. ആ ചോദ്യത്തിന് മറുപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു എന്നാണ്. നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുക. അപ്പോൾ ഈ മൂന്നാമത്തെ ചോദ്യത്തിനുള്ള മറുപടി, അതിൽ പുതിയ പരിപാടികളൊന്നും പറഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് അതിലുള്ളത്, ഈമാൻ്റെ കാര്യങ്ങളാണ്. ഇസ്ലാമും ഈമാൻ കൂടുമ്പോൾ തന്നെയാണ് അത് ഇബാദത്തായി മാറുക. പക്ഷെ അതിലൊന്നും കൂടി പ്ലസ് പോയിൻ്റ് എന്താണ്, കാനൊക്കെ തറാഹു ആയിരിക്കണം, അള്ളാഹനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യണം. അതാണ് ഇഹ്സാൻ. ജിബ്രീൽ അലൈഹിസ്സലാം മടങ്ങിപ്പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ വന്ന ആൾ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതാക്കും ലിയുഅല്ലിമക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ എന്താണെന്ന് നിങ്ങൾ പഠിപ്പിച്ചു തരാൻ വേണ്ടി വന്നതാണ്. എല്ലാ ഹദീസിൻ്റെ കിതാബുകളുടെയും തുടക്കത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ പരിശുദ്ധ ദീൻ എന്നത് കേവലം ശരീഅത്തിൻ്റെ ആചാരം അനുഷ്ഠാനങ്ങൾ മാത്രമല്ല, അതുപോലെ തന്നെ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ മാത്രവുമല്ല. ഇത് രണ്ടും കൂടുന്നതിൻ്റെ പുറമെ ഇഹ്സാൻ എന്ന പദവിയിലേക്ക് ഉയരാനുണ്ട്. അത് കൂടുമ്പോഴേ സമ്പൂർണ്ണ ദീനായി മാറുന്നുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. നിങ്ങളുടെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നതെന്ന് പറയുമ്പോൾ അങ്ങനെയാണ് നാം ദീൻ പഠിക്കേണ്ടത്. അപ്പോൾ ഈ തസവൂഫ് അല്ലെങ്കിൽ ഇഹ്സാൻ എന്ന് പറയുന്ന അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുക. കാണുന്നത് പോലെ ഇബാദത്ത് നിസ്കരിക്കുകയാണെങ്കിലും ദിക്ർ ചൊല്ലുകയാണെങ്കിലും മറ്റെന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും സദഖ ചെയ്യുകയാണെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും എന്ത് കാര്യങ്ങളായിരുന്നാലും അതൊക്കെ അള്ളാഹുവിനെ കാണുന്നത് പോലെ ചെയ്യുക എന്നുള്ള ആ മൂന്നാമത്തെ അവസ്ഥ, ആ അവസ്ഥയിലേക്ക് എത്താനുള്ള മാർഗങ്ങളാണ് ഈമാൻ ശക്തിപ്പെടുത്തുക എന്നുള്ളത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മഹത്തുക്കളായ മഹാന്മാരായ സഹാബത്ത് പഠിച്ചതും അതുപോലെ തന്നെ മഹാന്മാരായ മശായിഖന്മാർ അതിന് ശേഷം അവരെ മുരീദന്മാരെ തർബിയത്ത് ചെയ്യുന്നതൊക്കെ ആ വഴിക്കാണ്. അതാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ സമ്പൂർണമായ ദീൻ, ആ ദീനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്, പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, നിങ്ങളുടെ ദീൻ ഇന്നേ ദിവസം സമ്പൂർണ്ണമാക്കി തന്നു എന്ന് പറയുമ്പോൾ ആ ദീൻ സമ്പൂർണ്ണമാവണമെങ്കിൽ കേവല ശരീഅത്തുകൊണ്ട് മാത്രം ദീൻ പരിപൂർണമാവില്ല. മറിച്ച് ശരീഅത്തും അതുപോലെ തന്നെ അഖീദയും അതോടുകൂടെ തന്നെ ഇഹ്സാനും ഇതെല്ലാം പൂർണ്ണമാവുമ്പോഴേ ശരിക്കും ദീൻ സമ്പൂർണ്ണമായി തീരുന്നു. അത് അടിസ്ഥാനമായിട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് എങ്ങനെ വിജയിച്ചുവോ, അവരാ സമ്പൂർണ്ണ ദീൻ എങ്ങനെ ഉൾക്കൊണ്ടുപോവോ അതേപോലെ തന്നെയാണ് ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ ആളുകൾക്കും പരിശുദ്ധമായ ദീനിൻ്റെ സമ്പൂർണ്ണമായ അവസ്ഥ കൈവരിക്കാൻ കഴിയുകയുള്ളൂ എന്നും നാം മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള സുഹബത്ത്, സഹവാസം, ആ സഹവാസം കൊണ്ടാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ ദീനിനെ ഉൾക്കൊണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് കൊണ്ടും തങ്ങളുമായിട്ടുള്ള ഇടപഴക്കം കൊണ്ടും ആ സുഹബത്ത്, ഇതുകൊണ്ടാണ് ഈ പരിശുദ്ധമായ ദീനിനെ സഹാബത്ത് ഉൾക്കൊണ്ടത് എന്നതും അവിതർക്കിതമായ കാര്യമാണ്. അപ്പോൾ ആ ഒരു സുഹബത്തും മഹബത്തും
അതാണ് ഈ സമ്പൂർണ്ണ ദീനിലേക്ക് പരിശുദ്ധ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരെ എത്തിച്ചത്. ആ നിലക്കാണ് അവർ സമ്പൂർണ്ണരാണെന്ന് അവരെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷ്യപ്പെടുത്തിയത്. ഇവർ ശരിക്കും ദീനിൻ്റെ മാതൃകാ പുരുഷന്മാരാണ്, അവരെ നിങ്ങൾ പിൻപറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ വിജയിക്കുമെന്നൊക്കെ അവരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയത് അവരൊക്കെ പരിപൂർണമായ ദീൻ, സമ്പൂർണമായ ദീൻ അവർ ഉൾക്കൊണ്ടത് കൊണ്ടാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള സഹവാസം കൊണ്ട്, സഹവർത്തിത്വം കൊണ്ട്, സുഹബത്ത് കൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മഹബത്ത് കൊണ്ട്, അതുകൊണ്ടാണത് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. ഇനി ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ആളുകൾക്കും അവർക്കൊക്കെ വിജയിക്കാനുള്ള മാർഗം യഥാർത്ഥത്തിൽ ആ സുഹബത്തും ആ മഹബത്തും നേടുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഹബത്തിൻ്റെ ഒരു മാതൃക അവരുടെ ജീവിതത്തിൽ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് അവരുടെ ജീവിതത്തിൽ വേണം. ആ സുഹബത്തും മഹബത്തും കൊണ്ടാണ് അവർക്ക് സമ്പൂർണ്ണ ദീൻ നേടിയെടുക്കാൻ കഴിയൂ, അവർക്ക് വിജയിക്കാൻ കഴിയൂ എന്നുള്ളത് പ്രമാണങ്ങളിലൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, എൻ്റെ ശേഷം ഒരു വിഭാഗം ആളുകൾ അവർ യുദ്ധത്തിന് പോകുന്ന സമയത്ത് എന്നോട് സഹവസിച്ച, എൻ്റെ സുഹബത്ത് കിട്ടിയ എൻ്റെ സഹാബാക്കൾ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് വിജയമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് മിഷ്കാത്തൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഹദീസിലുണ്ട്, എന്ത് എൻ്റെ സ്വഹാബിയ കൂട്ടത്തിലുണ്ടോ അവർക്ക് വിജയമുണ്ട്. അതിന് ശേഷം മറ്റൊരു വിഭാഗം പോവും, ആ കൂട്ടത്തിൽ സ്വഹാബാക്കൾ ഉണ്ടാവില്ല. പിന്നെയോ എൻ്റെ ഒരു സ്വഹാബിയെ, ആ സ്വഹാബിയുമായിട്ട് സുഹബത്ത് നേടിയ ഒരാൾ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ട് ആ സംഘം വിജയിക്കും. അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല. അതിന് ശേഷം അടുത്ത തലമുറ അവർ യുദ്ധത്തിന് പോവുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ എൻ്റെ സ്വഹാബി ഉണ്ടാവില്ല, എൻ്റെ സഹാബിയോട് സുഹബത്ത് കിട്ടിയ ആളും അതിലില്ല. എൻ്റെ സഹാബിയോട് സുഹബത്ത് കിട്ടിയ ആളുടെ സുഹബത്ത് കിട്ടിയ ആൾ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്കും ടീം മൊത്തം വിജയിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ സുഹബത്ത് കൊണ്ടാണ് വിജയിക്കാൻ കഴിയുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യം. ആ ഒരു സുഹബത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് നമ്മിലുണ്ടെങ്കിൽ, ആ സുഹബത്ത് നമ്മിലുണ്ടെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, ആ സുഹബത്ത് നമുക്കുണ്ടെങ്കിൽ ആ സുഹബത്ത് കൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയുമെന്ന് ഈ പറഞ്ഞ ഹദീസിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം സഹാബിയല്ല, അദ്ദേഹം താബിഈയാണ്. ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു, ഉഖബത്ത് ബിൻ നാഫി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ, അദ്ദേഹം ആഫ്രിക്കയുടെ വടക്കേ ഭാഗം, ആഫ്രിക്ക ഭൂഖണ്ഡം അത് ഫതഹാക്കിയ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാനാണ്. ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ നാഫി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ചരിത്രത്തിൽ പറയുന്നത്, അദ്ദേഹം ഈ ഖൈറുവാൻ എന്ന് പറയുന്ന സ്ഥലം, ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിലൊക്കെ ബർബരിയാക്കളാണ്. അവർ പ്രത്യേകം അവരെടുത്ത് അവർക്ക് ബർബരിയാക്കൾ. ആ ബർബരിയാക്കളുടെ സ്വഭാവം, അവർ ഇസ്ലാമിൻ്റെ ദഅവത്തുമായിട്ട് ആളുകൾ ചെന്നാൽ അപ്പോൾ പേടിച്ചിട്ട് അവർ ഇസ്ലാം സ്വീകരിക്കും, പിന്നെ അവിടുന്ന് പോന്നു കഴിഞ്ഞാൽ പിന്നെ അവർ തിരിച്ചു പോകും. അപ്പോൾ ശരിക്കും ഒരു കേന്ദ്രം അവിടെ ഇല്ലാത്തതിൻ്റെ പേരിൽ, ഒരു ആസ്ഥാനമില്ലാത്തതിൻ്റെ പേരിലുള്ള ഒരു ദൗർബല്യം അവിടെ ഉണ്ട് എന്ന് കണ്ടപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ നാഫി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പടനായകനായിരുന്നു, അദ്ദേഹം എന്ത് വെച്ചാൽ ഒരു ആസ്ഥാനം വേണമെന്ന് തീരുമാനിച്ചപ്പോൾ ആസ്ഥാനമായിക്കൊണ്ട് തിരഞ്ഞെടുത്താണ് ആഫ്രിക്കൻ്റെ വടക്കേ ഭാഗത്തുള്ള ഖൈറുവാൻ എന്ന് പറയുന്ന സ്ഥലം. ആ ഖൈറുവാനിൽ ഹിജ്റ 52 മഹാനായ ഉഖബത്ത് ബിൻ നാഫി റളിയല്ലാഹു അൻഹു അദ്ദേഹം പട നയിക്കാൻ കൂട്ടത്തിൽ സഹാബാക്കളുണ്ട്.
അവർ അന്നത്തെ കാലത്ത് സഹാബാക്കളുണ്ട്. ആ പോകുന്ന സംഘം അവർ ചെന്ന് ഖൈറുവാൻ എന്ന് പറയുന്ന സ്ഥലം പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ അങ്ങനെ കുറ്റിക്കാടുകളാൽ നിറഞ്ഞ, പക്ഷേ വളരെ നിർണായകമായ സ്ഥലമാണ്. ഓരോ സ്ഥലം തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതിൻ്റെ നിർണായകമായ അവസ്ഥ, അതിൻ്റെ പ്രൊട്ടക്ഷൻ, അതിൻ്റെ സുരക്ഷിതത്വം ഒക്കെ നോക്കുമ്പോൾ ഏറ്റവും നല്ല സ്ഥലമാണ് ഖൈറുവാൻ. പക്ഷേ ഖൈറുവാനിലൊരു പ്രശ്നം എന്താണ്? അവിടെ വലിയ കൊടുങ്കാടുകളാണ്. ആ കാട്ടിലൊക്കെ നിരവധി ഹിംസ്ര ജീവികൾ, അവിടെ സിംഹങ്ങളുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള ക്ഷുദ്രജീവികളൊക്കെ ഉണ്ട്, പാമ്പുണ്ട്, മറ്റുള്ള എല്ലാ സാധനങ്ങളുണ്ട്. പക്ഷേ ആ സ്ഥലം എന്ത് ചെയ്യണം? ഒരു ആസ്ഥാന കേന്ദ്രമാക്കണമെന്ന് വിചാരിച്ചപ്പോൾ മഹാനായ ഉഖ്ബത്ത് ബിൻ നാഫി റളിയല്ലാഹു അൻഹു ആ ഖൈറുവാനിൽ ഈ പറയപ്പെട്ട പ്രദേശത്ത് ചെന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് എന്താണ്? അയ്യത്തുൽ ഹയ്യാത്തു വസ്സിബാ നഹ്നു അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫർതഹിലു അന്നാ ഫഇന്നാ നാസിലൂൻ എന്നൊരു പ്രഖ്യാപന. എന്താ പറഞ്ഞത്? ഉഖ്ബത്ത് ബിൻ നാഫി റളിയല്ലാഹു അൻഹു അദ്ദേഹം സഹാബിയല്ല, താബിയാണ്. സഹാബാക്കൾ കൂട്ടത്തിലുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, അയ്യത്തുൽ ഹയ്യാത്തു വസ്സിബാ, അല്ലയോ പാമ്പുകൾ, ഉരകങ്ങൾ, അതുപോലെ തന്നെ സിബാൾ, മറ്റുള്ള വന്യജീവികൾ, സിംഹം പോലെയുള്ള വന്യജീവികൾ, ക്ഷുദ്രജീവികൾ, അവരൊക്കെ ഒന്നാകെ വിളിച്ച് പറഞ്ഞു, നഹ്നു അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ വേറെ സാധാരണ ടീമല്ല, ഇതിൽ സഹാബാക്കളുണ്ട്. അതുകൊണ്ട് തന്നെ ഫർതഹിലു അന്നാ ഫഇന്നാ നാസിലൂൻ, നിങ്ങൾ ഇവിടുന്ന് പോകണം, ഈ സ്ഥലം ഞങ്ങൾക്ക് വേണം, നിങ്ങൾ ഇവിടുന്ന് പോകണം. ഫഇന്നാ നാസിലൂൻ, ഞങ്ങളിവിടെ തമ്പടിക്കാൻ പോവുകയാണ്, ഞങ്ങൾ ആസ്ഥാനം പണിയാൻ പോവുകയാണ്. വമൻ വജദ്നാഹു ബഅദു ഖതൽനാഹു, അഥവാ നിങ്ങൾ പോണില്ല എങ്കിൽ പറഞ്ഞില്ലാന്ന് വരണ്ട, ഇത് കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ആളുകളെ ഞങ്ങൾ കൊല്ലും, ഇനി അത് സംശയം വേണ്ട എന്ന് പറഞ്ഞു. ഈ പ്രഖ്യാപനം കേട്ടപ്പോൾ അവിടെ വെടി പൊട്ടിച്ചിട്ടൊന്നുമില്ല. ഈ പ്രഖ്യാപനം കേട്ട മാത്രയിൽ ഖൈറുവാൻ എന്ന് പറയുന്ന വിശാലമായ പ്രദേശത്തിൽ നിന്ന്, ആ കാടിൽ നിന്ന് സിംഹങ്ങൾ അങ്ങനെ കുട്ടികളുമായിട്ട് അങ്ങനെ നടന്നു നീങ്ങുന്ന കാഴ്ച കണ്ടു എന്ന് ചരിത്രത്തിലുണ്ട്. പാമ്പുകൾ അവർ കുട്ടികളുമായിട്ട് പോകുന്ന എല്ലാ ജന്തുക്കളും അങ്ങനെ പുറത്തുപോയി. അങ്ങനെ അവിടെ കാലിയായി. എന്നിട്ട് ആ സ്ഥലം വൃത്തിയാക്കി അവിടെ ഉഖ്ബത്ത് ബിൻ നാഫി റളിയല്ലാഹു അൻഹു ആസ്ഥാനം പണിതു. അവിടെ ഇപ്പോഴും ഉഖ്ബത്ത് ബിൻ നാഫി റളിയല്ലാഹുവിൻ്റെ പേരിൽ പള്ളിയുണ്ട് ആ സ്ഥലത്ത്, ഖൈറുവാൻ. നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? അവിടെ യുദ്ധം ചെയ്തിട്ടല്ല ഖൈറുവാനിൽ തമ്പുണ്ടാക്കിയത്. ഇതാ സ്വഹാബി കൂട്ടത്തിലുണ്ട്, സ്വഹാബാക്കൾ കൂട്ടത്തിലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബാക്കളിൽ നിന്ന് കേട്ടതിനോടുകൂടെ അവർ പോവുകയും ചെയ്തു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ ശേഷം ഓരോ സംഘം പോകുന്ന സമയത്ത് എന്നോട് നേരെ സുഹബത്ത് കിട്ടിയ, എന്നോട് സഹവസിച്ച ആളുകളുണ്ടെങ്കിൽ അവർക്ക് വിജയമുണ്ട്. അല്ല അതിൻ്റെ അടുത്ത തലമുറയാണെങ്കിൽ അവരുമായിട്ട് സഹവസിച്ച ആളുകളുണ്ടായാലും അവർക്ക് വിജയമുണ്ട്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും പറഞ്ഞു. അപ്പോൾ ഈ ഒരു സുഹബത്ത്, അതുകൊണ്ടാണ് നമുക്ക് വിജയമെന്ന്, ഈ സമ്പൂർണ്ണ ദീൻ ഉൾക്കൊള്ളാൻ കഴിയുക എന്ന്, സമ്പൂർണ്ണ ദീൻ നേടാൻ കഴിയുക എന്ന് ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി മറ്റ് ഹദീസ് നാം സാധാരണ കേൾക്കാറുണ്ട്, തൂബാലിമൻ റആനി വലിമൻ റആമൻ റആനി വലിമൻ റആമൻ റആമൻ റആനി. എന്താണ് ഇതിൻ്റെ അർത്ഥം? എൻ്റെ ജീവിതത്തിൽ എന്നെ കണ്ട ആളുകൾ വിജയിച്ചു പോയി, അവർക്കാണ് വിജയമുള്ളത്. അപ്പോൾ സ്വഹാബാക്കളെ പറ്റിയാണ് പറഞ്ഞത്. പിന്നെ അടുത്തതോ വലിമൻ റആമൻ റആനി, എന്നെ കണ്ടവർ വിജയിച്ചു. അപ്പോൾ കണ്ടവരെ കാണുക എന്നുള്ള ഒരു പരിപാടി ഇസ്ലാമിലുണ്ട്. കണ്ടവരെ കാണണം. കണ്ടവരെ കാണാന്ന് പറഞ്ഞാൽ എങ്ങനെ കാണണം? അതിപ്പോൾ അബുൽ ഹസൻ ഖർഖാനി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിൻ്റെ അരികെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അന്നത്തെ കാലത്തെ പ്രതിനിധിയാണ് ആര്? അബുൽ ഹസൻ ഖർഖാനി റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് സുൽത്താൻ മഹ്മൂദ് ഗസ്നവി അദ്ദേഹം ആ അബൂ യസീദ് ബിസ്താമി റളിയല്ലാഹു അൻഹു ബിസ്താമിൽ ചെന്നുകൊണ്ട് ആ ഖബറിൻ്റെ അരികെ ചെന്ന് ഇങ്ങനെ സിയാറത്തൊക്കെ ചെയ്തു. അദ്ദേഹം ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അദ്ദേഹം ചോദിച്ചു, എങ്ങനെ മാ ഹാലു അബൂ യസീദ്, മാ ഹാലു അബൂ യസീദ്, ഇന്ന് അബൂ യസീദിൻ്റെ അവസ്ഥ എന്തായിരുന്നു? സുൽത്താൻമാരിൽ അവർക്കൊക്കെ വിവരം ചോദിച്ചറിയാനുണ്ടാകുമല്ലോ. അപ്പോൾ
അബുൽ ഹസൻ ഖർഖാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ റആഹു ഫഖദ് റഅൽ ഹഖ്ക. അബൂ യസീദിനെ കണ്ടാൽ പിന്നെ അള്ളാഹിനെ കാണേണ്ട ആവശ്യമില്ല എന്നാ പറഞ്ഞത്. അള്ളാഹിനെ കണ്ട മാതിരിയാണ്. അള്ളാഹിനെ കണ്ട ആൾക്കാർ എങ്ങനെ നേരാകുക നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടുമല്ലോ. മൻ റആഹു ഫഖദ് റഅൽ ഹഖ്ക, ഹക്കിനെ കണ്ടു തന്നെ അള്ളാഹിനെ കണ്ട മാതിരിയാണ്. അപ്പോഴാണ് ഇദ്ദേഹത്തിന് സംശയം, ഡൗട്ട്, നമുക്കൊക്കെ ഉണ്ടാകാവുന്ന ഡൗട്ടാണ്. അതെന്താ ഡൗട്ട്? അങ്ങനെയാണെങ്കിൽ അബൂജഹൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് അബൂജഹൽ നരകത്തിലായി പോയി എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അബൂജഹൽ എന്ത് ചെയ്തിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടില്ല. ഇന്നമാ റഅ യതീമ അബീ താലിബ്. അബൂജഹൽ കണ്ടത് അബൂ താലിബിൻ്റെ അനാഥ കുട്ടിയെയാണ് കണ്ടത്. അബൂ താലിബ് പോറ്റു വളർത്തി അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു അനാഥ ബാലനെ കണ്ടു. അങ്ങനെ പോകുന്നു. അവരെക്കാൾ നിലയിൽ നിന്ന് കണ്ടപ്പോൾ കണ്ടതുകൊണ്ട് പിന്നെ എതിർപ്പായി. അപ്പോൾ ഈ ഒരു യതീം അബൂ താലിബ് എന്ന നിലക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആര് കണ്ടിട്ടുള്ളൂ? അബൂജഹൽ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ആ കാഴ്ച കൊണ്ട് വിജയിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ നമ്മളിങ്ങനെ ലോകത്ത് നടക്കുന്ന ഈ ഫ്ലോ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ജനസംഖ്യ പോയി ഇങ്ങനെ ഇപ്പോൾ നിലവിൽ നമ്മളിങ്ങനെ പോരുമ്പോൾ ഏതായിരുന്നാലും ഡാർവിൻ്റെ സിദ്ധാന്തം അനുസരിച്ചായിരുന്നാലും ഏത് സിദ്ധാന്തം അനുസരിച്ചായിരുന്നാലും നമ്മളെ മുൻതലമുറ അങ്ങനെ വന്നു പോയി. അപ്പോൾ ഏതായാലും ഇതൊക്കെ കണ്ടിട്ട് തന്നെയല്ലേ നമ്മൾ വന്നു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല എന്നാണ് പറഞ്ഞത്. പിന്നെന്ത് വേണം? അത് ഈ നിലക്ക് തന്നെ റസൂലുള്ളാഹിയാണ്, അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന നിലക്ക് കണ്ടപ്പോഴാണ് സ്വഹാബത്ത് വിജയിച്ചത്. ആ നിലക്ക് കാണാതെ യതീം അബൂ താലിബ് എന്ന് കണ്ടപ്പോഴാണ് അബൂജഹൽ പരാജയപ്പെട്ടു പോയത്. ഈ നിലക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാൻ ആ സ്വഹാബത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ പിന്നെ കാണുന്നവരെ കാണുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആളാണ് എന്ന നിലക്ക് അദ്ദേഹത്തെ കാണുമ്പോഴാണ് അവർ വിജയിക്കുന്നത്. അടുത്ത തലമുറ വിജയിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആളാണ് എന്ന നിലക്കാണ്. അപ്പോൾ ആ ഒരു പ്രാതിനിധ്യം, ആ ഖിലാഫത്ത്, ആ പ്രാതിനിധ്യ സ്വഭാവത്തെ മനസ്സിലാക്കി അത് പരിഗണിച്ച് അത് ബഹുമാനിച്ച് കാണുന്ന ആൾക്കാണ് ഈ കാഴ്ച എന്ന് പറയുന്നത്. അല്ലാത്ത കാഴ്ചകളൊന്നും പരിഗണനീയമല്ല, അതൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ സുഹബത്ത്, ആ സുഹബത്തും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സുഹബത്ത്, നബി തങ്ങളെ അള്ളാഹുവിൻ്റെ റസൂലായിട്ട് കണ്ട് ആ സ്നേഹിച്ച് ആ സ്നേഹത്തോടൊപ്പം കൂടിയ ആളുകളാണ്. പിന്നെ അതിൻ്റെ ശേഷക്കാരൊപ്പം കൂടുന്ന സമയത്ത് അവരെ പറ്റി ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു പ്രതിനിധിയാണ് എന്ന നിലക്ക് കാണുമ്പോഴാണ് അതിൻ്റെ ശേഷക്കാരങ്ങനെ. അപ്പോൾ ആ ഒരു പ്രാതിനിധ്യം, ആ ഒരു ഖിലാഫത്ത്, അത് ഖിയാമത്ത് നാൾ വരെ ശരിക്കും പറഞ്ഞാൽ അത് തുടർന്നു പോരുന്നത് കൊണ്ടാണ് മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തന്നെ ഈ രണ്ട് വാക്കുകളും അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. തുബാലിമൻ റആനി എന്നുള്ളത് ഈ തൂബയും ആ തൂബയും സംഗതി ഒന്നാണല്ലോ. തൂബ എന്ന് പറഞ്ഞാൽ അവൻ്റെ ആഖിറം നന്നായി കിട്ടും, അവൻ വിജയിച്ചു എന്നാണ് ഇതിനർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 തലമുറ അതുപോലെ ഹദീസ് ഓതുന്ന സമയത്ത് ഹദീസ് ഓതുമ്പോൾ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന എല്ലാ തലമുറക്കും പറഞ്ഞ് നീട്ടിക്കൊണ്ടോണ്ട കാര്യമായി ബുദ്ധിമാനികൾക്കില്ല. അകൽ ബുദ്ധിയുള്ളവർക്ക് അല്പവാചകം പോലെ അറിയപ്പെടാൻ പിന്നെന്തിനാ കുറേയേറെ എന്ന് സുജായി മൗലവി പറഞ്ഞതുപോലെ ആ 3 പറഞ്ഞാൽ ആ 3 തന്നെയാണ് ഇവിടെയും മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുന്ന് പറയുന്നത്. തൂബാലിം റആനി ഫി ഹയാത്തി വലിമൻ റആമൻ റആനി ബഅദ വഫാത്തി വലിമൻ റആമൻ റആനി അങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ പ്രതിനിധികൾ ആ നിലക്ക് കാണുക, അവരുമായിട്ട് ഒപ്പം കൂടുക, ഈ സുഹബത്ത്, ഈ റുയത്ത്, അതുപോലെ തന്നെ ഈ മഹബത്ത്, ഇതുകൊണ്ടാണ് സമ്പൂർണ്ണ ദീനിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുമെന്നാണ് നാം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. ഇത് യഥാർത്ഥത്തിൽ സമ്പൂർണ്ണ ദീൻ പരിചയപ്പെടുത്താൻ ലോകത്തതിന് അർഹരായ ആളുകൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളായ ആളുകളാണ് എന്ന് നാം മനസ്സിലാക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉദ്ഘോഷിക്കാൻ വേണ്ടി, പ്രഖ്യാപിക്കാൻ വേണ്ടി പടച്ച റബ്ബ് തന്നെ പറഞ്ഞു, ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമനിത്തബഅനി. നബിയെ തങ്ങൾ പ്രഖ്യാപിക്കുക, ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ മാർഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ആ അറഫ ദിവസം സമ്പൂർണ്ണ ദീൻ പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ദീൻ എങ്ങനെ ഖിയാമത്ത് നാൾ വരെ വരുന്ന ഈ തലമുറകൾക്ക് എങ്ങനെ കൈമാറണം, അവരെങ്ങനെ നേടണം എന്നതിൻ്റെ പ്രഖ്യാപനമാണ്, വ്യക്തമായിട്ടുള്ള ആഹ്വാനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയത്. എന്താണ് അത്? പടച്ച റബ്ബ് തന്നെ പറഞ്ഞു, കുൽ ഹാദിഹി സബീലി, നബി തങ്ങൾ പറയുക, ഇതാണ് എൻ്റെ ദീൻ, ഇതാണ് എൻ്റെ മാർഗം, ഇതാണ് എൻ്റെ ദീൻ. അദൂഇലല്ലാഹി ഇലാ ബസീറത്തിൻ അന വമനിത്തബഅനി, എന്നാൽ അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം ഞാൻ ഈ ദീനിലേക്ക് ക്ഷണിക്കുന്നു. ഇനി എനിക്ക് ശേഷം വരാൻ പോകുന്ന എൻ്റെ തലമുറ, എൻ്റെ ശേഷം വരാൻ പോകുന്ന എൻ്റെ പരമ്പരകൾ, അതാരാണ്? ഈ ബസീറത്തോടുകൂടെ, ആ ഉൾക്കാഴ്ചയോടുകൂടെ ഈ ദീനിനെ അള്ളാഹുവിലേക്ക് ദഅവത്ത് ചെയ്യുന്ന ആളുകളാണ്. അവരും എന്നെ പോലെ തന്നെ ഈ ബസീറത്ത് കൊണ്ട് ദഅവത്ത് ചെയ്യുന്ന ആളുകളാണെന്ന് പറയുമ്പോൾ, ഈ പറയപ്പെടുന്നൊരു ബസീറത്ത്, ആ ബസീറത്തുള്ള മഹാന്മാരായ ആരിഫീങ്ങൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അവരാണ് യഥാർത്ഥത്തിൽ ഈ ദീനിൻ്റെ ദായികൾ, പ്രബോധകർ. അൽ ഉലമാ വറസത്തുൽ അംബിയാ, പണ്ഡിതന്മാർ ഔലിയാക്കളുടെ അനന്തരാവകാശികളാണ് എന്നും, ഉലമാ ഉമ്മത്തിക്ക് അംബിയായി ബനു ഇസ്രായേലിലെ നബിമാരെ അവരെങ്ങനെ ദഅവത്ത് ചെയ്തോ ആ ദഅവത്ത് നടത്താൻ ഉത്തരവാദിത്വമുള്ള യോഗ്യരായ ആളുകളാണ് എൻ്റെ ഉമ്മത്തിലെ പണ്ഡിതന്മാരെന്നൊക്കെ പറയുമ്പോൾ, ആ പണ്ഡിതന്മാർക്കുള്ള യോഗ്യതയാണ് യഥാർത്ഥത്തിൽ ഈ ബസീറത്ത്. അങ്ങനെ ദഅവത്ത് ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ ദീനിൻ്റെ സമ്പൂർണ്ണതയിലേക്ക് ദഅവത്ത് ചെയ്യുക എന്നുള്ള കർത്തവ്യം, അത് നിർവഹിക്കാനുള്ള യോഗ്യത യഥാർത്ഥത്തിൽ അല്ലാഹുവിൻ്റെ ആരിഫീങ്ങൾ, ഔലിയാക്കൾക്കാണ് എന്നതും അവിതർക്കിതമായ കാര്യം. ഒന്നും ആരും തർക്കിക്കാൻ വരേണ്ട കാര്യം, തർക്കിച്ചൊരു കാര്യമില്ല, എല്ലാവർക്കും തിരിയേണ്ട സംഗതിയാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ലോകത്ത് വന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ലോകത്ത് വന്ന അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളായ ഔലിയാക്കൾ, അവരാണ് യഥാർത്ഥത്തിൽ ഈ ദീനിൻ്റെ ആ ചൈതന്യത്തോടുകൂടെ, അതിൻ്റെ ജീവനോടുകൂടെ യഥാർത്ഥത്തിൽ ദീൻ നിലനിർത്തിയത് എന്ന് നാം മനസ്സിലാക്കാൻ കഴിയും. ലോകചരിത്രം പരിശോധിച്ച് നോക്കിയാൽ എവിടെയൊക്കെ ഈ ദീൻ അതിൻ്റെ യഥാർത്ഥ ചൈതന്യത്തോടുകൂടെ പ്രവർത്തിച്ചിട്ടുണ്ടോ, എവിടെയൊക്കെ മുസ്ലിമീങ്ങൾക്ക് നൽകി വിജയം നേടിയിട്ടുണ്ടോ, അതിൻ്റെയൊക്കെ പിന്നിൽ യഥാർത്ഥത്തിൽ പ്രവർത്തിച്ച അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം എന്തുകൊണ്ട്? അവരവരെ മുരീദന്മാർക്ക്, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള സുഹബത്താണ് അവർക്ക് കൊടുക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്താണ് അവർക്ക് കൊടുക്കുന്നത്. ആ മഹബത്തിലും സുഹബത്തിലുമായി കൊണ്ട് അവർ തർബിയത്ത് ചെയ്തുകൊണ്ട് ആ യഥാർത്ഥ പരിശുദ്ധ ദീനിൻ്റെ ഉന്നതമായ അവസ്ഥയിലേക്ക്, അഥവാ ആ ശരീഅത്തിൻ്റെയും അതുപോലെ തന്നെ ഈമാനിൻ്റെയും അതുപോലെ തന്നെ പൂർണ്ണരൂപമായിട്ടുള്ള ഇഹ്സാനിൻ്റെയും അവസ്ഥയിലേക്ക് ഈ ഒരു മഹബത്തിലൂടെയും സുഹബത്തിലൂടെയുമാണ് അവർ യഥാർത്ഥത്തിൽ അവരുടെ ആളുകൾ നയിച്ചു കൊണ്ടുപോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ എവിടൊക്കെ ഇസ്ലാം അതിൻ്റെ പൂർണ്ണമായ ശോഭയോടുകൂടെ തിളങ്ങിയിട്ടുണ്ടോ, ലോകത്തെ എവിടെയൊക്കെ ഇസ്ലാമിക മുസ്ലിങ്ങൾക്ക് വിജയം നേടിയിട്ടുണ്ടോ, അവിടെയൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളുടെ പ്രവർത്തനമാണ് അവിടെയൊക്കെ നടന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതൊക്കെ ചരിത്രം പറഞ്ഞ് സമർത്ഥിക്കാൻ ഇഷ്ടംപോലെ സാധ്യമാകുന്ന കാര്യങ്ങളാണ്, ദിവസങ്ങളോളം പറഞ്ഞു പോകേണ്ടിയിരുന്നത്. അപ്പോൾ ഇതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ യഥാർത്ഥ ദൗത്യം. അവരാണ് യഥാർത്ഥ ദീനിൻ്റെ യഥാർത്ഥ ദായികൾ. ഈ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന ആളാണ് മഹാനായ ഗൗസുൽ ആദം അശ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറൽ അസീസ് മഹാനവർ. മഹാനവറുകളെ പറ്റി നമ്മളിപ്പോൾ ഇന്ന് രാവിലെ മുതൽ മൗലിദ് ഓതി അതുപോലെ തന്നെ മറ്റുള്ള സംഗതികളൊക്കെ ചെയ്തു. ഇവിടെ പറയാനാകുമ്പോൾ ഉച്ചൻ്റെ ശേഷം കുറച്ച് സമയം പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ പള്ളിയിൽ 20 ദിവസത്തെ നമ്മളെ ക്യാമ്പ് കടന്നു. ഇനി അടുത്ത കൊല്ലം ഇൻഷാ അല്ലാഹ് നമുക്ക് റബീഉൽ ആഖിർ 1 മുതൽ നമ്മളെ ജീലാനി സമ്മേളനം വരെ ഒരു നീണ്ട ക്യാമ്പയിൻ നടത്തണം. എന്നാലേ ഏതെങ്കിലും പാർട്ട് പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. മറുകരയില്ല കടൽ ഞാനെന്നവർ, മനുഷ്യനറിയാത്ത വസ്തു ഞാനെന്നവർ എന്നൊക്കെ പറയുമ്പോൾ അത് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പറഞ്ഞുകൊണ്ട് മുഴുവനാവില്ല. അത് ഏത് ഭാഗത്തുനിന്ന് നമ്മൾ പറയണം, എവിടെ അവസാനിപ്പിക്കണമെന്ന് നമുക്കറിയില്ല. അത്രയും കൂടുതൽ വിശാലമായ
ബഹറാണത്. മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെ പറ്റി ബഹുമാനപ്പെട്ട അഅ്ലാ ഹസ്രത്ത് അഹ്മദ് റിദാ ഖാൻ ബറേലി മഹാനവറുകളുടെ ഒരു വാക്കുണ്ട്. അത് ഞങ്ങൾ വളരെ സ്വാധീനിക്കുന്ന വാക്കാണ്. ഇന്ന അഖ്വാ ശഖ്സിയത്തിൻ ഫി ഔലിയാഇൽ ഉമ്മത്തി ഉലമാഇൽ ഹഖീഖത്തി ഹദ്റത്തു ശൈഖ് അബ്ദുൽ ഖാദിർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർ പറയുന്നു, ഇന്ന അഖ്വാ ശഖ്സിയത്തിൻ ഫി ഔലിയാഇൽ ഉമ്മ ഉലമാഇൽ ഹഖീഖ, ഈ ഉമ്മത്തിലുള്ള ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തമായ വ്യക്തിത്വം, ഔലിയാക്കളൊക്കെ ശക്തിയുള്ള ആളുകൾ തന്നെയാണ്. ഔലിയാക്കളുടെ കൂട്ടത്തിൽ അഖ്വാ ശഖ്സിയത്തിൻ, ഏറ്റവും നല്ല ശക്തമായ പേഴ്സണാലിറ്റി, ഏറ്റവും നല്ല വ്യക്തിത്വം, ഏറ്റവും ശക്തനായ വ്യക്തിത്വം, അത് ഉലമാഇൽ ഹഖീഖത്തി, ഹഖീഖത്ത് അറിയുന്ന പണ്ഡിതന്മാർ, ആരിഫീങ്ങൾ, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള വ്യക്തിത്വം ഇതാരാണ്? ഹദ്റത്തു ശൈഖ് അബ്ദുൽ ഖാദിർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് മഹാനായ അഅ്ലാ ഹസ്രത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം. അതെന്താണ്? മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിൻ്റെ ശക്തമായ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വർണ്ണിക്കണം? മഹാനവറുകളുടെ ചരിത്രം ഒരുപാട് നമ്മൾ കേട്ടു. മഹാനവറുകളെ പറ്റി പറയുന്നത്, അവിടുന്ന് 25 ആണ്ടോളം ചുറ്റി നടന്നു, ഇരിയെന്ന് ഏകൽ കേട്ടാരെ ഇരുന്നു എന്ന് പറയുമ്പോൾ ഇരിക്കാൻ വേണ്ടി പോകുന്നതാണ് ഇവൾക്ക് ബഗ്ദാദിലേക്ക്. ഇരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇരിക്കാൻ വേണ്ടി പോകില്ല, ഇരിക്കാൻ വേണ്ടി കൽപ്പന വരികയാണ്. ബഗ്ദാദിൻ്റെ പുറത്തു കൂടെ നടക്കുന്ന സമയത്ത് മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പറഞ്ഞു, എൻ്റെ ഉള്ളിലൂടെ എനിക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു കൽപ്പന, ഒരു വിളി ഇങ്ങനെ വരികയാണ്. ബഗ്ദാദ് പോകും, ഉദ്ഖുൽ ബഗ്ദാദ് വതകല്ലം അലന്നാസ്, ബഗ്ദാദ് പോയിട്ട് ആൾക്കാരോട് സംസാരിക്കും എന്നാണ് പറയണത്. ഇപ്പോൾ ഈ ആത്മീയമായ ഈ റിയാദകളൊക്കെ കഴിഞ്ഞു, ഇതിലൊക്കെ വിജയിച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? ഇനി അടുത്ത് മറ്റുള്ള ആളുകളെ നന്നാക്കുക, ഈ തർബിയത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബഗ്ദാദിലേക്ക് പോകാൻ വേണ്ടി എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വിളി വരുമ്പോൾ ഞാനപ്പോൾ ബഗ്ദാദിലേക്കൊന്ന് പോയി നോക്കി. ബഗ്ദാദിലേക്കൊന്ന് പോയി ആ ഉള്ളിലെ വിളി കാണുമ്പോൾ അവർക്കുള്ള വിളി എവിടുന്നാന്ന് മനസ്സിലാവും. ആ വിളി കേട്ടപ്പോൾ, ഉൾവിളി കേട്ടപ്പോൾ ബഗ്ദാദിലേക്ക് ചെന്നു. ബഗ്ദാദിലേക്ക് ചെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അവിടുത്തെ അവസ്ഥ പറ്റ മോശം. അവിടുത്തെ പറ്റ മോശം പറഞ്ഞല്ലോ. ബഗ്ദാദിൽ എന്താ വെച്ചാൽ ഒരു ഇസ്ലാമിൻ്റെ ചൈതന്യങ്ങളൊന്നും ഇല്ലാതെ ആകെ പരാജകത്വവും, അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ അവസ്ഥ വേറെ, സമ്പന്നന്മാരുടെ അവസ്ഥ വേറെ, ആകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന അവസ്ഥ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വീണ്ടും നേരെ ബഗ്ദാദിൻ്റെ പുറത്തേക്ക് തന്നെ പോയി എന്നാണ്. അതങ്ങനെ കണ്ടപ്പോൾ, കാരണം ഇവരായിട്ട് സംസാരിച്ച് നേരാക്കണ്ടേ, അപ്പോൾ അത് ആലോചിച്ചിട്ട് പുറത്ത് പോയി, വീണ്ടും പോയി. അപ്പോൾ പുറത്ത് പോയപ്പോൾ വീണ്ടും പറയാണ്, അബ്ദുൽ ഖാദിർ ബഗ്ദാദിലേക്ക് ബഗ്ദാദിലേക്ക് ഉദ്ഖുൽ ബഗ്ദാദ് വതകല്ലം അലന്നാസ്, ജനങ്ങളോട് സംസാരിക്കും. അപ്പം ഞാൻ അള്ളാഹിനോട് തന്നെ പറഞ്ഞു, എന്താ പറഞ്ഞു? പടച്ചോനെ, മഹാജി വലിന്നാസ് ഒമാ അലൈ ഇല്ലാ നഫ്സി, എനിക്ക് ഞാനും ഈ ആളുകളും എന്ത് ചെയ്യാനാണ്? ഇന്നെ ഓരടിയിലേക്ക് എന്തിനാ ഇട്ട് കൊടുക്കണത്? എനിക്ക് എൻ്റെ സ്വന്തം കാര്യമല്ല എൻ്റെ ഏറ്റവും വലിയ കാര്യം. കാര്യത്തിൽ ഏറ്റവും വലിയ കാര്യം അവനാൻ്റെ കാര്യമാണല്ലോ. അതുകൊണ്ട് എൻ്റെ കാര്യം നേരാകില്ല ആവശ്യം, എന്തിനാണ് ഈ ജനങ്ങളിലേക്ക് തന്നെ ഇടുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്നോട് അള്ളാഹു പറഞ്ഞു, എന്ത് പറഞ്ഞു? നിൻ്റെ കാര്യം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, നിൻ്റെ കാര്യം ഞാൻ ഏറ്റെടുത്തു. നിനക്ക് യാതൊരു കുഴപ്പം വരില്ല, നിനക്ക് സലാമത്തുണ്ട്, രക്ഷയുണ്ട്. ആ സമയത്താണ് 70 അമ്മാനിനെ ഉസ്താദ് കണ്ടു എന്ന് പറഞ്ഞാൽ ആ അമ്മാൻ അപ്പോഴാണ് കിട്ടിയത്. ആ സമയത്ത് പറഞ്ഞു, പിന്നെ സംഖ്യക്കണ്ട, നേരെ ബഗ്ദാദ് പോയിക്കോ, 70 അമ്മാനാണ് നിനക്കുള്ളത്. 70 അമ്മാൻ എന്ന് പറഞ്ഞാൽ ഒരമ്മാനന് മതി. അള്ളാഹിൻ്റെ ഭാഗത്തുനിന്ന് ഉടമ്പടി എന്താ? ഒരിക്കലും നിനക്കൊരു വഞ്ചനയിൽ നീ പെടൂല, നീ പൊങ്ങച്ചത്തിൻ്റെ ആളായി മാറൂല. നിനക്ക് ഒരിക്കലും ഈ ആളുകളുമായിട്ട് സാഹസിക്കുന്ന സമയത്ത്, ദഅവത്തിന് ഇറങ്ങുന്ന സമയത്ത്, അതുകൊണ്ട് നിൻ്റെ ദീൻ ഒരിക്കലും ഫസാദാവൂല, നിൻ്റെ ആഖിറം ഒരിക്കലും നഷ്ടപ്പെടൂല എന്നുള്ള ഗ്യാരണ്ടി അള്ളാഹ് ഒന്ന് തന്നാൽ പോരെ. അവിടെ 70 അമ്മാൻ 70 ഗ്യാരണ്ടിയാണ് കൊടുത്തത്, 70 ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടി കൊടുത്തപ്പോൾ അപ്പോഴാണ് മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പോയി നോക്കുക എന്ന് ചോദിച്ചു. വീണ്ടും ബഗ്ദാദിലേക്ക് പോയി.
അങ്ങനെ ബഗ്ദാദിലേക്ക് പോയിട്ട് ജനങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ആ കുർസീൻ്റെ മുകളിൽ, ആ കസേരക്ക് മുകളിൽ, മിമ്പറിൻ്റെ മുകളിൽ കയറി അങ്ങനെ സംസാരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന വരവൊക്കെ മഹാനവറുകൾ തൻ്റെ കലായുൽ ജവാഹിറിലൊക്കെ പറയുന്നത് ആ മിമ്പറിൻ്റെ മുകളിൽ ഇങ്ങനെ ഒത്തിരിക്കും ആളുകളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ വരാൻ തുടങ്ങുന്ന സമയത്ത് ഒരു വലിയൊരു പ്രകാശം മുമ്പിൽ ഇങ്ങനെ വരുന്നുണ്ട്. ആരാണെന്ന് അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടില്ല. വലിയ പ്രകാശം വരികയാണ് എൻ്റെ മുമ്പിൽ. അപ്പോൾ ഞാനിതെന്താണ് ഏതാണെന്നതിനെ പറ്റി ഞാൻ ഉള്ളിലിങ്ങനെ കുണ്ഠിതപ്പെട്ടും കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് അള്ളാൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് വിവരം കിട്ടുകയാണെന്ന്, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരാൻ പോവുകയാണ്, അത് നിങ്ങൾ യുഹന്നിയൊക്ക നിങ്ങൾ ആശംസിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം സംസാരം തുടങ്ങാൻ പോകില്ല, അപ്പോൾ ഇതിനൊരു ആശംസ അർപ്പിക്കാൻ വേണ്ടി വരികയാണ്. ആശംസാ പ്രസംഗങ്ങൾ ഉണ്ടാകുമല്ലോ, അതേമാതിരിയല്ല ഇത് വലിയ ആശംസയാണ്. തങ്ങൾ നിങ്ങളെ ആശംസിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടി വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എനിക്ക് പ്രത്യേകമായൊരു ആനന്ദവും ഒരു പ്രത്യേകമായ അനുഭവം എനിക്ക് നേരിട്ടു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ മുമ്പിൽ ശരിക്കും പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ ആ മിമ്പറിൻ്റെ മുകളിൽ നിന്ന് വായുവിലൂടെ ഒരു 7 അടി 7 സ്റ്റെപ്പ് അങ്ങോട്ട് മുന്നോട്ട് പോയി. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാ അബ്ദുൽ ഖാദിർ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചതും ആ വായിൽ തുപ്പിക്കൊടുത്തതിന് ശേഷം ഒരു ഡ്രസ്സ്, ഒരു ഹിർക്ക അതാണ് അണിയിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ലയോ പാപ്പ എന്താണ് ഈ ഹിർക്ക എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ ഹിർക്ക അത് ഈ ഹിർക്കത്തുൽ വിലായ, ഇത് വിലായത്തിൻ്റെ ഹിർക്കയാണ്. മാത്രമല്ല ഇത് കുത്തുബിയ്യത്തിൻ്റെ മുഴുവൻ ഔലിയാക്കളുടെയും നേതൃത്വത്തിൻ്റെ ആ ഹിർക്കയാണ്, വസ്ത്രമാണിത് എന്ന് പറഞ്ഞ് അതിട്ട് തന്നു. അങ്ങനെ അതിൻ്റെ ശേഷം ഞാൻ ആ മിമ്പറിൻ്റെ മുകളിൽ സംസാരിക്കാൻ നിൽക്കുമ്പോൾ അവിടെ ബഹുമാനപ്പെട്ട ഖദർ അലൈഹി ഇസ്ലാം ആ സമയത്ത് അവിടെ വരികയാണ്. അപ്പോൾ ഖദർ അലൈഹി ഇസ്ലാം വരുന്ന സമയത്ത് ഖദർ അലൈഹി ഇസ്ലാമിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ പഴയ കാലത്തൊക്കെ ഓരോ ഔലിയാക്കളെയും ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഖദർ അലൈഹി ഇസ്ലാമിന് പോക്കുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ ഒരുപാട് പരീക്ഷണങ്ങളിലൊക്കെ വിജയിച്ചതാണ്. പക്ഷേ ഈ സമയത്തും തന്നെ എന്നെ ഖദർ അലൈഹി ഇസ്ലാം പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന് മനസ്സിലായ സമയത്ത് ഞാൻ ഖദർ അലൈഹി ഇസ്ലാമിൻ്റെ സിർറ്, ആ രഹസ്യം, ഉള്ളിലുള്ള കാര്യം എന്താണ്, ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ഖദർ അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? യാ ഖദർ ഇന്നക ഖുൽതലി മൂസ, എന്തു പറഞ്ഞു? ഇന്നകലം തസ്തതിയ സബ്ര എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത്? ഇന്നകലം തസ്തതിയ സബ്ര. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് എന്ത് പറഞ്ഞു? ഖദർ അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞല്ലോ. ഖദർ അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ കൂടാൻ വേണ്ടിയിട്ട് ചെന്നതല്ലേ, അൽക്കഫിം സാധാരണ ഓതുന്നതല്ലേ. അപ്പോൾ ചെന്നപ്പോഴാണ് പറഞ്ഞത് ഇന്നകലം തസ്തതിയ സബ്ര, എൻ്റെ കൂടെ കൂടുമ്പോൾ എന്നെ കാട്ടിക്കൂട്ടിട്ട് നിങ്ങൾക്ക് പറ്റില്ല, അതുകൊണ്ട് എൻ്റെ കൂടെ ക്ഷമിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് മൂസാ നബി അലൈഹി ഇസ്ലാം ഒപ്പം കൂടിയതും ആ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ നിങ്ങളങ്ങനെ മൂസാ നബിനോട് പറഞ്ഞില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത്? ഇന്നകലം തസ്തതിയ സബ്ര, നിങ്ങൾക്ക് എൻ്റെ കൂടെ ക്ഷമിക്കാൻ കഴിയും, എൻ്റെ കൂടെ വന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. ഇന്നക ഇസ്രായേലിയുൻ വാന മുഹമ്മദിയുൻ, നിങ്ങൾ ഇസ്രായേലിയാണെങ്കിൽ ഞാൻ മുഹമ്മദിയാണ്, എൻ്റെ ഉപ്പാപ്പത അവിടെ ഉണ്ട്, അതുപോലെ തന്നെ അള്ളാഹ് എൻ്റെ കൂടെ ഉണ്ട്, ഒന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഖദർ അലൈഹി ഇസ്ലാമിനോട് ഇത് പറയാൻ ധൈര്യമാണെങ്കിൽ ചെറിയ ധൈര്യമൊന്നും പോരാ. ഖദർ അലൈഹി ഇസ്ലാമിൻ്റെ പണി എന്ന് പറഞ്ഞാൽ എന്താണ്? മൂസാ നബി അലൈഹി ഇസ്ലാം ഒപ്പം കൂടിയ സമയത്ത് അവിടുന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കണ്ടപ്പോൾ സലാം പറഞ്ഞപ്പോൾ ഖദർ അലൈഹി ഇസ്ലാം ആ സലാമിന് മറുപടി പറഞ്ഞു. എന്താ മറുപടി? അന്നാബി അറബിക്കുസലാം. അതിനിപ്പോൾ തഫ്സീറിൽ പല നിലക്കും മാന. അന്നാബി അറബിക്കുസലാം എന്ന് പറഞ്ഞാൽ എവിടുന്നൊരു സലാം കേട്ടു എന്നുള്ള മാന വെക്കും. സാധാരണ എവിടുന്നൊരു സലാം കേട്ടു,
അപ്പോൾ സലാം അവിടെ ആരും വരാത്തൊരു സ്ഥലമാണ്. ആര് ഹദർ അലി ഇസ്ലാം ഇരിക്കുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, ആ ബഹറിൽ കേട്ടിട്ട് ചരിത്രം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അന്നാബി അറബിക്ക് സലാം, ഇവിടെ എന്താ ഒരു സലാം, എവിടെ നിന്നാണ് സലാം എന്ന്. ഇനി അന്നാബി അറബിക്ക് സലാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണ് സലാം എന്നും മാനുണ്ട് അവിടെ. അന്നാബി അറബിക്ക് അന്നാന്ന് പറഞ്ഞാൽ കൈഫ, അന്നാബി അറബിക്ക് സലാം, നിങ്ങളുടെ രാജ്യത്ത് എങ്ങനെയാണോ സലാം, അസ്സലാം വലൈക്കും അസ്സലാം വലൈക്കും എന്ന് പറയാം. പിന്നെ ഉള്ളുകൂടി പണി വാറെടുക്കുക. നമ്മളിപ്പോൾ എന്താ സമാധാനം ഉണ്ടാവട്ടെ സമാധാനം ഉണ്ടാവട്ടെ, പിന്നെ അസമാധാനത്തിനും അശാന്തിക്കും വേണ്ട പണിയൊക്കെ അതിൻ്റെ ഒപ്പം തന്നെ ചിലപ്പോൾ എടുക്കും. അപ്പോൾ എൻ്റെ പണി അങ്ങനെയല്ല, എൻ്റെ കൂടെ പോന്നോളും, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ കപ്പലിൽ കയറിയിട്ട് സമാധാനം ഉണ്ടാക്കി കൊടുത്തു. എങ്ങനെ സമാധാനം ഉണ്ടാക്കി കൊടുത്തത്? കപ്പലിൻ്റെ പലക പൊളിച്ചു. കപ്പലിൻ്റെ പലക പൊളിച്ചപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന് പറ്റിയില്ല. പക്ഷേ ആ പണി അങ്ങനെ ചെയ്തു. രണ്ടാമത് അവിടെ പുറത്തിറങ്ങി മൈതാനി കൂടെ പോകുന്ന സമയത്ത് ഒരു ചെറിയ പിഞ്ചു കുട്ടി അതിൻ്റെ പിന്നെ തല പിടിച്ചിടിച്ചു എന്ന് പറയുന്നത്, അതും സമാധാനം ഉണ്ടാക്കി കൊടുത്തതാണ്. പിന്നെ അത് കഴിഞ്ഞ് അന്താക്കിയ നാട്ടിൽ ചെന്നപ്പോൾ അവിടെ അവർ വിശന്ന് നടക്കുന്ന സമയത്ത് ഭക്ഷണം ചോദിച്ചിട്ട് ആരും കൊടുത്തില്ല. പക്ഷേ അവിടെ ചെരിഞ്ഞ് നടക്കുന്ന ഒരു മതിൽ, ആ മതിൽ നേരാക്കി കൊടുത്തപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പറ്റിയില്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിന് പറ്റിയില്ല. അപ്പോൾ ഈ മൂന്ന് സംഭവവും മൂസാ നബി അലൈഹി ഇസ്ലാമിന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തതോട് വിമർശിച്ചപ്പോൾ അതിനൊക്കെ അവസാനം ഒരു പിരിയണ സമയത്ത് പറഞ്ഞു ഇതൊക്കെ സമാധാനം ഉണ്ടാക്കി കൊടുത്തതാണ്. എങ്ങനെ സമാധാനം? ആദ്യത്തെ ടീമെന്ന് പറഞ്ഞാൽ ആ കപ്പൽ പിടിക്കാൻ വേണ്ടി സാധുക്കളെ കപ്പലാണ്. ആ കപ്പൽ പിടിക്കാൻ വേണ്ടി ഏത് നല്ല കപ്പൽ കണ്ടാലും പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം, ഒരു രാജാവ് പിന്നാലെ വരുന്നുണ്ട്. അദ്ദേഹം അക്രമിയായ രാജാവാണ്. അപ്പോൾ ഈ കപ്പൽ കണ്ടാൽ പിടിക്കരുത്, അതിന് വേണ്ടിയിട്ടാണ് ഞാനപ്പോൾ അവിടെ സമാധാനം ഉണ്ടാക്കി കൊടുത്തതാണ് യഥാർത്ഥത്തിൽ. അതുപോലെ തന്നെ അമ്മൽ ഗുലാമു ഫക്കാൻ അബാഹു ഹസീനായി ഉർഹിക്കുമാ തുയാനമു കുഫ്ര, ഈ ഒരു കുട്ടി വലുതായി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ് അവിടെ വരാൻ പോകുന്നത്, വലിയ പ്രത്യാഘാതങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ അത് വരണ്ട, കുട്ടിക്ക് പകരം നല്ല കുട്ടിയോ അവർക്ക് വേറെ കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ആ പണി ചെയ്ത് അവിടെ സമാധാനം ഉണ്ടാക്കി തന്നത്. മറ്റൊടുത്ത് പറഞ്ഞതുപോലെ ആ കുട്ടികൾ, രണ്ട് കുട്ടികളതാ അമ്മൽ ജിദാർ ഫക്കാൻ ഗുലാമീൻ യതീമീൻ ഫിൽ മദീന, അവിടെ രണ്ട് അനാഥ കുട്ടികളുടേതാണ് ആ സംഗതി. അപ്പോൾ അതിൻ്റെ അവരാറാമത്തെ ഉപ്പാപ്പ നല്ല മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം ഈ ഒരു നിധി എൻ്റെ ചുവട്ടിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. അത് ഇവർ പ്രായപൂർത്തിയാവുന്ന സമയത്ത് ഇവർ കിട്ടണമെന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഈ മതിൽ പൊളിഞ്ഞ് ചാടിക്കഴിഞ്ഞാൽ ആ നിധി പുറത്ത് ചാടിപ്പോവും, ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ടത് ഞാൻ എന്ത് ചെയ്തു, നേരാക്കി കൊടുത്തു. അതും തന്നെ സമാധാനം ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ ഔലിയാക്കളുടെ ആ ഒരു രീതി അതാണ്. മഹാനായ ഗൗസുൽ ആദം ഖദ്ദസുല്ലാഹുൽ അസീസ് അവിടുന്ന് ശരിക്കും ആ പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് അത് ശരിക്കും സത്യമായിട്ട് കാണിച്ചു കൊടുത്ത ആളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ, അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറഞ്ഞാൽ, അള്ളാഹു അല്ലാതെ പേടിക്കാൻ ഒരാളുമില്ല എന്നും അവിടെ മാനുണ്ട്. പേടിക്കാൻ വേറെ കുറേ ആൾക്കാരുടെ പിന്നെ അള്ളാഹ്ക്ക് ബാധിച്ചില്ല എന്താ പിന്നെ കാര്യമുള്ളത്? ആ ബഹുമാനപ്പെട്ട സഹൽ ബിൻ അബ്ദുല്ലാഹി തസ്തൂരി റളിയല്ലാഹു അൻഹു മഹാനവറുകളെ പറ്റി പറയുന്നതൊക്കെ, അദ്ദേഹം സാധാരണ പള്ളിക്ക് ജുമാഅക്കൊക്കെ പോകുന്ന സമയത്ത് പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരിങ്ങനെ പള്ളിയിൽ നിന്ന് ഇഷ്ടമായി ഇറങ്ങി വരുമ്പോൾ അവരെ കണ്ടിട്ട് പറയും അഹ്ലു ലാ ഇലാഹ ഇല്ലല്ലാഹു കസീർ വൽ മുഖ്ലിസൂന മിൻഹും ഖലീൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആൾക്കാർ കണ്ടമാനാണ്. ഈ ഇറങ്ങി വരുന്നതൊക്കെ കാനേഷന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ ആളുകളാണ്. പക്ഷേ വൽ മുഖ്ലിസൂന മിൻഹും ഖലീൽ, അവരുടെ കൂട്ടത്തിൽ നിന്ന് യഥാർത്ഥ ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ ആൾക്കാർ വളരെ കുറച്ചുള്ളൂ, ന്യൂനപക്ഷ. മഹാനവറുകളുടെ റൂമിലേക്ക് ഒരിക്കൽ ഒരു ശിഷ്യനാണ് കടന്നു ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു പാമ്പ്, ആ റൂമിൽ ഇങ്ങനെ ആ പാമ്പിൻ്റെ മുമ്പിൽ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉള്ളിലേക്ക് വെച്ച കാല് ഈ ശിഷ്യനോട് പുറത്തേക്ക് വെച്ചു, കാരണം പാമ്പിനെ കണ്ടപ്പോൾ. അപ്പോൾ പറഞ്ഞു പേടിക്കേണ്ട, ഉള്ളിൽ കിടന്നു എന്നാണ്. ലാ യബ്ലുഗു റജുലുൻ ദർജത്തുൽ ഈമാൻ വഅലാ വജ്ഹിൽ അർളി ശൈഉൻ യഖാഫുഹു, ഒരാളും തന്നെ ഭൂമിയിൽ ഏതെങ്കിലും വസ്തുവിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവനൊരിക്കലും ഈമാൻ്റെ ദർജയിലെത്തിയിട്ടില്ല എന്ന്
മഹാനായ സയ്യിദ് അബ്ദുല്ലാഹി ദസ്തൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സത്യമാവുമ്പോൾ അവിടെ പിന്നെ ഈ ആദി ഭയങ്ങളൊന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല. മഹാനായ ഔസുലാദും ഖദ്ദസുല്ലാഹു സിർറുൽ അസീസ് അവിടെ നിസാമിയ മദ്രസയിൽ ദർസ് നടത്തുന്ന സമയത്ത് മഹാനവറുകളുടെ ആ ഹദ്റത്തിൽ എന്താ അവിടുന്ന് ഖദാ ഖദറിനെ പറ്റിയുള്ള പ്രസംഗം നടക്കുന്നത്. അള്ളാഹുവിൻ്റെ ഖദാ ഖദർ കൊണ്ടാണ് ഇവ നടക്കുക. അതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹുവിൻ്റെ വിശദാംശങ്ങളാണ്. ആ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടമാനം ആളുകൾ ആ സദസ്സിലുണ്ട്. നിസാമിയ മദ്രസ എന്ന് പറഞ്ഞാൽ ഔസുലാദും ഖദ്ദസുല്ലാഹു സിർറുൽ അസീസിൻ്റെ ഖാദിരിയ മദ്രസയല്ല, അത് പുറത്തൊരു ക്ലാസ്സിന് പോയതാണ്. ആ ക്ലാസ്സിന് പോയാണ് ക്ലാസ് എടുക്കുമ്പോഴാണ് ഈ ഖദാഇനെ പറ്റിയും ഖദറിനെ പറ്റിയും അവിടെ ക്ലാസ് നടത്തുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് കണ്ടത് മുറ്റത്തുനിന്ന് ഒരു പാമ്പ് കീഴ്പ്പെട്ട് ചാടി. ആ പാമ്പ് കീഴ്പ്പെട്ട് ചാടിയപ്പോൾ ആ സദസ്യരധികവും ഒക്കെ പേടിച്ച് പല ഭാഗത്തേക്കും പോയി. ഔസുല്ലാദും ഖദ്ദസുല്ലാഹു സിർറുൽ അസീസ് അവിടുന്ന് തീരെ ചാഞ്ചല്യമില്ലാതെ അവിടെ ഉറച്ചു നിന്നു. ആ പാമ്പ് വന്നുകൊണ്ട് മഹാനവരുടെ മടിയിൽ കയറി എന്നിട്ട് കൗത്തിലൊക്കെ ചീറ്റി അങ്ങനെ കീഴ്പ്പെട്ട് ഇറങ്ങിപ്പോയതാണ്. അതാ എന്നിട്ട് ആ പാമ്പ് ഔസുല്ലാദും ഖദ്ദസുല്ലാഹു സിർറുൽ അസീസിനോട് സംസാരിച്ചു എന്നാണ്. ഔലിയാക്കളൊക്കെ എന്നെ കാണുമ്പോൾ പേടിക്കണോട് നിങ്ങളെന്താ പേടിക്കാത്തെന്ന് ചോദിച്ചു. അല്ലാന്തി ഇല്ല ദാബത്തും ഇല്ല ദ്വൈബത്തും യുഹരിക്കുൽ ഖദാഉ വൽ ഖദർ. ഞാൻ ഇപ്പോൾ ഖദാ ഖദറിനെ പറ്റി അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഖദാ ഖദറിനെ നിയന്ത്രിതമായിട്ട് നടക്കുന്ന ചെറിയ ജീവിയല്ലേ നീ, ഞാനെന്തിനാണ് നിന്നെ ഭയപ്പെടുന്നത്? അപ്പോൾ മഹാനായ ഔസുല്ലാദും ഖദ്ദസുല്ലാഹു സിർറുൽ അസീസ് പരിശുദ്ധമായ കലിമത്ത് തൗഹീദിൻ്റെ യഥാർത്ഥ ദാഇയായെന്ന് ജീവിതത്തിലൂടെ പ്രയോഗവൽക്കരിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മഹാനവറുടെ ചിന്ത. അപ്പോൾ മഹാനവറുടെ വ്യക്തിത്വത്തെ പറ്റി വിലയിരുത്തുമ്പോൾ പല രൂപത്തിലാണ്. മഹാനവറുകളുടെ കറാമത്തുകളെ പറ്റി പറയുകയാണെങ്കിൽ ദിവസങ്ങളോളം പറയാനുണ്ട്. അതൊരിക്കൽ കേട്ട് കഴിഞ്ഞാൽ വീണ്ടും കേൾക്കുമ്പോൾ നമുക്കത് കഴിഞ്ഞൂറി പറഞ്ഞാൽ ഇക്കുറി അത് പറയണം, വാറെന്ന് പറയുന്നത് വാറ പിന്നെയും പറയാനുണ്ടാവും. മഹാനവറുകളുടെ ചരിത്രം പറയുമ്പോൾ തന്നെ നൂറുകണക്കിന് ഗ്രന്ഥങ്ങളാണ് മഹാനായ ഖൗസുല്ലാദും ഖദ്ദസുല്ലാഹു സിർറുൽ അസീസിനെ പറ്റി വിരചിതമായിട്ടുള്ളത്. അത് നമ്മളെ മൊഹീദ്ദീമാല മാത്രമല്ല, മൊഹീദ്ദീമാല പാടുമ്പോൾ എന്ന് വെച്ചാൽ അത് പഴയ കാലത്ത് നമ്മളെ പാപ്പാരും നമ്മളെ കാരണന്മാരൊക്കെ ഈമാൻ കൊണ്ടിരുന്നൊരു മാലയാണത്, ഈമാൻ കൊണ്ടിരുന്ന മാല. അപ്പോൾ ആ മാല കേൾക്കുമ്പോൾ നമുക്കൊന്നും തന്നെ ഒരു ആ ഗൃഹാതുരത്വം അല്ലെങ്കിൽ ആ ഒരു പഴയ ആ ഒരവസ്ഥയിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു വെമ്പൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരും. അതുകൊണ്ടാണ് അപ്പോൾ കുട്ടികളോട് പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഏത് പാട്ട് പാടെങ്കിലും അതിന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് കുറേ കൊട്ടിയിട്ടും ഒക്കെ കൂടിയാണ് പാട്ട് അതിൻ്റെ ആ റൂഹാണ് നഷ്ടപ്പെടുത്തും. അതില്ലാതെ നല്ല തൊള്ളപ്പാട്ട് പാടിയാൽ തന്നെ വളരെ നല്ലതാണ്. ഇപ്പോൾ തവസ്സലിനെ പഴയ കാലത്ത് നമ്മൾ ചെല്ലും, തവസ്സലിനെ ചെല്ലുമ്പോൾ അത് പടച്ചവനോട് തന്നെയാണ് പറയണത് എന്ന് നമുക്ക് മനസ്സിൽ തോന്നിയത്. ഇപ്പോൾ തവസ്സലിനെ ചെല്ലിയാൽ എന്താണ്, അതിപ്പോൾ വലിയ വലിയ പാട്ടുകാരൊക്കെ പാടുന്ന അതിനേക്കാൾ ഉഷാറായിട്ട് നമ്മളെ കുട്ടികൾ പാടുന്നുണ്ട് എന്ന് പറഞ്ഞ് പോകില്ലാതെ നമുക്ക് അള്ളാനോടെ പറഞ്ഞു നമുക്ക് തോന്നില്ല. ഇനി വേറെ ഏത് പാഞ്ഞ് വെറുതെ പാടിയാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പിന്നെ മൊയ്തീമാലിനെ പറ്റി ആ മൊയ്തീമാല ഒരു ട്രെൻഡാന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അതിന് പിന്നെ താളവും മേളവും ഒക്കെ കൂടിയായിട്ട് ഒപ്പിച്ചിട്ട് പിന്നെ ബുറുദ ആലാപനം എന്ന് പറഞ്ഞാൽ അത് നീട്ടിയിട്ടും കുറുക്കിയിട്ടും പിന്നെ ചാടിയിട്ടും മറിഞ്ഞിട്ടും പല രൂപത്തിന് നമ്മൾ ബുറുദ ആലപിച്ചുകൊണ്ടിരിക്കും. മൊയ്തീമാല അങ്ങനെയൊക്കെ ആലപിച്ചാലൊന്നും അതിൻ്റെ ആ ഒരു യഥാർത്ഥ സ്പിരിറ്റ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതാ പഴയ മാതിരി പണ്ട് നമ്മളെ കാരണന്മാർ നമ്മളെ തൊട്ടിയിലാട്ടുമ്പോൾ ഉമ്മ പാടി എന്നൊക്കെ പറഞ്ഞില്ലേ, ആ പാടി അതേപോലെ തന്നെ അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റേതായ അതിങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുക. അതിങ്ങനെ മഹാനവറുകളെ പറ്റി ഓരോ വരി ഇങ്ങനെ പാടുന്ന സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈമാൻ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ മുഹീദ്ദീമാല മാത്രമല്ല, നൂറുകണക്കിന് ഗ്രന്ഥങ്ങളാണ്. ലഘുലേഖകൾ വേറെ, ലേഖനങ്ങൾ വേറെ, പാട്ടുകൾ വേറെ, അത് ചെറിയ പാട്ടുകൾ വേറെ, പാട്ടിൻ്റെ ഗ്രന്ഥങ്ങൾ വേറെ, ഇതൊക്കെ ഉണ്ട്. അങ്ങനെ എത്ര നൂറുകണക്കിന് ഗ്രന്ഥങ്ങളാണ് മഹാനായ ഔസുല്ലാദും ഖദ്ദസുല്ലാഹു സിർറുൽ അസീസിനെ പറ്റി പരിചയപ്പെടുത്താൻ വേണ്ടി ലോകത്ത് വിരചിതമായിട്ടുള്ളത്. ആരൊക്കെ അത് ഉണ്ടാക്കിയിട്ടുള്ളത്? ചെറിയ ചെറിയ ആളുകളൊന്നുമല്ല, വലിയ വലിയ ആളുകളാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു മഹാനൂളക്കാരാണ്.
ഫത്തുൽ ബാരിൻ്റെ മുസന്നിഫായിട്ടുള്ള ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു മഹാനവറുൽ ഖദ്ദസുല്ലാഹു ഖദ്ദസുല്ലാഹു പറ്റി പുസ്തകം എഴുതിയ ആളാണ് നൂറുകണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ്. അതുപോലെ തന്നെ മുല്ലായുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ഇതേപോലെ ബഹജത്തുൽ അസ്റാർ തുടങ്ങിയുള്ള കലായതുൽ ജവാഹിർ ഇങ്ങനെ തുടങ്ങിയുള്ള നൂറുകണക്കിന് ഗ്രന്ഥങ്ങളാണ് മഹാനായ ഗൗസുല്ലാഹ് ഖദ്ദസുല്ലാഹു ഇതിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഇത്ര കൂടുതൽ ഒരു വലിയനെ പറ്റി പരിചയപ്പെടുത്താൻ വേണ്ടി നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയ ഒരു വലിയനെയും വേറെ കാണാൻ കഴിയില്ല. അതുപോലെ മഹാനവറുകൾ അംഗീകരിച്ചിരുന്ന ആളുകൾ ബഗ്ദാദിൽ അന്നത്തെ കാലത്ത് മഹാനവറുകളെ ശിഷ്യന്മാരായിട്ട് നടന്നിരുന്ന ആളുകൾ അവരാരാ? എല്ലാ വലികളും മേലെ കുത്തുപാണവരും എന്നോട് വീട്ടിലെ പുള്ളര തന്നവർ എന്നില്ലേ? യാ മുഹിയദ്ദീനി എല്ലാ വലികളും തന്നെ ഔലിയാക്കൾ ഒരുപാടുണ്ട്. അത് പോട്ടെ എന്നല്ല, മേലെ കുത്തുബീങ്ങളും അവിടെ ഉണ്ട്. അവരൊക്കെ എൻ്റെ വീട്ടിലെ പിള്ളേരാണെന്ന് പറഞ്ഞാൽ അവിടെ ആ നിലക്കല്ലേ അവർ കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ അദീബിന് മുസാഫിർ റളിയല്ലാഹു അൻഹു, അബൂ സഈദുൽ കൈലവി റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങി അലീബുൽ ഹീത്തി റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള മഹാന്മാരൊക്കെ അന്നത്തെ കാലത്ത് ഗൗസുല്ലാഹ് ഖദ്ദസുല്ലാഹുവിൻ്റെ ആ കാലത്തിന് കുത്തുബീങ്ങളുടെ അവസ്ഥ കിട്ടിയ ആളുകളാണ്. അപ്പോഴല്ലേ കുത്തുബീങ്ങളുടെ മേലെ ആവുള്ളൂ. അനാ കുത്തുബ് അഖ്താബിൽ ഉജൂദി ഹഖീഖത്തൻ. അപ്പോൾ അനാ കുത്തുബ് അഖ്താബിൽ ഉജൂദി ഹഖീഖത്തൻ അനാ ബാസുഹും വൽ കുല്ലു യുദ്വാ ബിൽമാനി. ഞാൻ ലോകത്തുള്ള എല്ലാ കുത്തുബീങ്ങളുടെയും മേലത്തെ അവസ്ഥയാണ്, അവരുടെ നേതാവാണ് ഞാൻ. അനാ ബാസുഹും, ഞാൻ അവരുടെ രാജകളിയാണ്. വൽ കുല്ലു യുദ്വാ ബിൽമാനി, അവരൊക്കെ എൻ്റെ വടുവന്മാരാണ്. അതാണ് മാലില പറഞ്ഞത്, എൻ്റെ വീട്ടിലെ വടുവന്മാരാണ്. അപ്പോൾ അലീബുൽ ഹീത്തി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അദ്ദേഹം തന്നെ വലിയൊരു ശിഷ്യന്മാരെ പടമുള്ള ആളാണ്, വലിയൊരു സൈന്യമാണ്. സരീറാൻ എന്ന് പറയുന്ന ബഗ്ദാദിൽ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ? ബഗ്ദാദിൽ പോയിട്ട് വന്നപ്പോഴാണ് നമുക്ക് ഈ വർത്തമാനത്തിന് കൂടുതലൊരു ഉത്സാഹം കിട്ടുന്നത്. കാരണം എന്താ വെച്ചാൽ ആ സ്ഥലമൊക്കെ കണ്ടു നോക്കുമ്പോൾ ഔലിയാക്കളുടെ ബസാറല്ലേ ബഗ്ദാദ്. ഷെയ്ഖുന തന്നെ പറയില്ലേ ഔലിയാക്കളുടെ ബസാറാണെന്നല്ലേ പറയും. എന്താണ് അവിടെ ചെന്നാൽ ആ മണ്ണ്. അപ്പോൾ അവിടെ മദായിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കിസ്റൻ്റെ പഴയ കൊട്ടാരം ഒക്കെ കണ്ട്, അവിടെ ദജ്ല നദി, ടൈഗ്രീസ് നദിൻ്റെ അപ്പുറത്തുള്ള സ്ഥലമാണ് സരീറാൻ. ആ സരീറാൻ കേന്ദ്രമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന വലിയ ഔലിയാക്കൾ കുത്തുബീങ്ങളുടെ സ്ഥാനമുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട അലിയുൽ ഹീത്തി റളിയല്ലാഹു അൻഹു. അദ്ദേഹം മഹാനായ ഗൗസുല്ലാഹ് ഖദ്ദസുല്ലാഹുവിൻ്റെ സദസ്സിൽ പതിവായിട്ട് വന്നിരിക്കുന്ന ആളാണ്. എന്നുവെച്ചാൽ അവിടുത്തെ സദസ്സിൽ മുരീദന്മാരുടെ സംഘം വേറെ, കിതാബ് ഓതാൻ വരുന്ന മുത്തഅല്ലിമീങ്ങൾ വേറെ, അതുപോലെ തന്നെ യാത്രക്കാരായിട്ട് വരുന്ന ആളുകൾ വേറെ, പിന്നെ നാട്ടിലെ ഭരണാധികാരികളും നേതാക്കളും VIP-കളും വേറെ, പിന്നെ ഔലിയാക്കൾ ഇതേപോലെ വേറെ. ഇങ്ങനെ എല്ലാ ടീമും ഒതുങ്ങുന്ന വലിയ സംഘം. അല്ലാതെ അപ്പോൾ അവിടെ വെറും കുറച്ച് എല്ലാവരും ബൈഅത്ത് ചെയ്ത മുരീദന്മാരാണെന്നല്ല. ബൈഅത്ത് ചെയ്ത മുരീദന്മാരങ്ങനെ ഉണ്ട്. പിന്നെ കിതാബ് ഓതാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകൾ ബൈഅത്തൊക്കെ ചെയ്തിട്ടുണ്ടാവും. അവരും അതോടുകൂടെ തന്നെ കിതാബ് ഓതുന്ന ആൾക്കാരാണ്. ഗൗസുല്ലാഹ് ഖദ്ദസുല്ലാഹുവിനെ പറ്റി ഇബ്നു ഖുദാമത്തുൽ മഖ്ദസി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നുണ്ട്, ആരെങ്കിലും ഒരു മുത്തഅല്ലിം, ഒരു വിദ്യാർത്ഥി ബഗ്ദാദിൽ വന്നാൽ ഗൗസുല്ലാഹ് ഖദ്ദസുല്ലാഹുവിനെ കണ്ടാൽ പിന്നെ നമ്മളിപ്പോൾ സാധാരണ പറയും മതഭൗതിക സമുന്നയം എന്നല്ലേ പറയാം. ഈ സമുന്നയത്തിന് പിന്നെ വേറെ മാഷന്മാരൊന്നും അവിടെ വെക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അപ്പുറത്തെ കോളേജിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യത്തിനും എന്ത് വേണ്ടതില്ല, വേറൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യം തന്നെ ഇല്ലായിരുന്നു. അവിടെ സെർഫ് പഠിക്കാൻ, നെഹ്വ് പഠിക്കാൻ, ഫിഖ് പഠിക്കാൻ, അതുപോലെ ബലാഗ പഠിക്കാൻ, മന്തിക്ക് പഠിക്കാൻ, ഗോളശാസ്ത്രം പഠിക്കാൻ, എന്തെല്ലാം പഠിക്കണോ അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നതാണ്. അങ്ങനത്തെ മുദരിസായിരുന്നു. ആ കൂട്ടത്തിൽ ഇതേപോലെ തന്നെ
എല്ലാ ആഴ്ചകളിലും ആളുകൾക്ക് വേണ്ടി തെർബിയത്തിൻ്റെ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിരുന്നു. ആ ക്ലാസ്സുകൾ പലരും വരും. അങ്ങനെ വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഔലിയാക്കളൊക്കെ പലരും അവിടെ വരും. ആ വരുന്ന കൂട്ടത്തിൽ ഏറ്റവും മുമ്പന്തിയിലുള്ള ആളാണ് അലി ഇബ്നുൽ ഹീത്തി റളിയല്ലാഹു അൻഹു. ഒരിക്കൽ മിമ്പറിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു അസീസ് പെട്ടെന്ന് മിമ്പറിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ മിമ്പറിൻ്റെ അടിയിൽ ആരാണുള്ളത്? അലിയുൽ ഹീത്തി റളിയല്ലാഹു അൻഹുവാണ്. ബഗ്ദാദിലെ പള്ളി കണ്ടിട്ടില്ലേ? ആ പള്ളിയിൽ മിമ്പറിൻ്റെ ചോട്ടിൽ അവിടെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ നേരെ അടിയിലേക്ക് വന്നു. എന്നിട്ട് പിന്നെ അവിടെ തിരിച്ചു പോവുകയും ചെയ്തു. എന്നിട്ട് ചോദിച്ചു, അപ്പം എന്താ അലിയുൽ ഹീത്തി റളിയല്ലാഹു അൻഹു ആ സമയത്ത് കാര്യമായ ഒരു കാഴ്ച കണ്ടിരിക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു എന്നാണ് അവിടെ അങ്ങനെ ഇരിക്കണീൻ്റെ ഇടയിൽ മൂപ്പരെ ദൃഷ്ടി പിന്നെ അങ്ങോട്ടാണ് പോയത്. അങ്ങനെ ഇരുന്ന് അപ്പോൾ പിന്നെ ആ നബിതങ്ങളവിടെ വന്നതിന് വേണ്ടി അദബിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യാൻ മിമ്പറിൻ്റെ മുകളിൽ താഴത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് എന്ത് ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു എന്നാണ്. കണ്ടിട്ട് എന്തേ പറഞ്ഞു, എന്നോട് അങ്ങേ മുറുകെ പിടിച്ച് ജീവിക്കാൻ വേണ്ടി പറഞ്ഞു എന്നാണ്. അവിടുത്തെ വിലായത്തും പദവികളൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങയുടെ സ്വഭാവത്തിനായിട്ട് ജീവിക്കാൻ വേണ്ടി എന്നെ ഉപദേശിച്ചിട്ടാണ് പോയതെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഔലിയാക്കളാണ്. അതുപോലെയുള്ള ആ കാലത്തുള്ള പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഔലിയാക്കൾ അവരുടെ നേതാക്കളൊക്കെയും മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു അസീസിൻ്റെ ശിഷ്യന്മാരായിരുന്നു. മാലയിൽ തന്നെ പറഞ്ഞല്ലോ, അമീറന്മാരുടെ എണ്ണവും വണ്ണവും അറിഞ്ഞാലറിയാമേ സുൽത്താൻമാർ പോരിശ, ആവണ്ണം നോക്കുവിൻ ഷെയ്ഖന്മാർ പോരിശ, അപ്പോൾ അറിയാമേ മുഹീദ്ദീൻ പോരിശ. യാ മുഹീദ്ദീനി നമ്മളൊരാളെ വിലയിരുത്തണമെന്നുണ്ടെങ്കിൽ ഒരു രാജാവ്, ഒരു പ്രധാനമന്ത്രി ആവട്ടെ, ആ മന്ത്രിസഭയിലുള്ള ബാക്കിയുള്ള മന്ത്രിമാരെത്രയാണ്ട് ക്വാളിറ്റി ഉണ്ട് നോക്കണം. അതിനനുസരിച്ച് മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ക്വാളിറ്റി കൂടും. എന്നമാതിരി രാജാവിനെ മനസ്സിലാക്കണമെങ്കിൽ ആ രാജാവിൻ്റെ കീഴിലുള്ള ഗവർണർമാർ, അമീറന്മാർ, അവരെ പറ്റി മനസ്സിലാക്കുമ്പോൾ തന്നെ രാജാവിന് എത്രയാണ്ട് മഹത്വമുണ്ടെന്ന് മനസ്സിലാക്കാം. അതാണ് സാധാരണ ലോകത്തിൻ്റെ ഒരു സ്വഭാവം. അതാണ്. അങ്ങനെ നോക്കുമ്പോൾ മഹാനായ ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു അസീസിനെ പറ്റി ഇങ്ങനെ മദ്ഹ് പറഞ്ഞ് മാല പറഞ്ഞ് അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കണം എന്നറിയില്ല. അതുകൊണ്ട് അവസാനത്തിലാണ് ഇത് പറഞ്ഞത്. എന്ത്? അമീറന്മാരുടെ എണ്ണവും വണ്ണവും അറിഞ്ഞാലറിയാമേ സുൽത്താൻമാർ പോരിശ, ആവണ്ണം നോക്കുവിൻ ഷെയ്ഖന്മാർ പോരിശ, അപ്പോൾ അറിയാമേ മുഹീദ്ദീൻ പോരിശ. അപ്പോൾ ഷെയ്ഖന്മാരെ പോരിശ അറിഞ്ഞാൽ അപ്പോൾ മൊഹീദ്ദീൻ തങ്ങളെ പോരിശ അറിയാം. അപ്പോൾ അന്നത്തെ കാലത്തുള്ള മഹാന്മാർ ആരാണെന്ന് മനസ്സിലാക്കുമ്പോൾ അപ്പം ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു അസീസ് ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒരു കാലഘട്ടത്തെ മുഴുവനും സ്വാധീനിച്ച, ഒരു കാലഘട്ടത്തെ മുഴുവൻ തന്നിലേക്ക് ആകർഷിച്ച ഏറ്റവും വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു അസീസ് എന്നാണ് പറഞ്ഞത്. മഹാനവറുകളെ അംഗീകരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആരാണുള്ളത്? എല്ലാ ആളുകളും കുല്ലു തവായിഫി ബിൽ ഇജ്മാഇ മുത്തഫിഖ അലാക മാലിക ഫീ ഉലിയാക മുത്തസിഖ ഹത്തൽ ഖവാരിജി അഹ്ലു സയ്യി വസ്സന്ദഖ യാ മുഹിയദ്ദീനി. അപ്പോൾ അതിൽ മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു അസീസിനെ പറ്റി സദഖത്തുല്ലാഹിൽ കാഹി റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങയുടെ സ്ഥാനവും വലിപ്പവും അത് അംഗീകരിക്കാത്തവരാരുണ്ട്? അത് സുന്നികൾ മാത്രമല്ല അസുന്നികളും അംഗീകരിച്ചിട്ടുണ്ടെന്നാണ്. എത്രത്തോളം നമ്മളെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയക്കാരല്ലാത്ത മറ്റുള്ള ആളുകൾ അവർ ബഹുമാനിക്കുന്ന ഏറ്റവും വലിയ നേതാവാണ് ഇബ്നു തൈമിയ്യ. അദ്ദേഹത്തെ പറ്റി എല്ലാവർക്കും അറിയാം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിൻ്റെയൊക്കെ ഒരു ഉസ്താദാണല്ലോ ഇബ്നു തൈമിയ്യ. അദ്ദേഹം പിന്നെ ഇവർക്ക് ഇഷ്ടപ്പെട്ട ആളാണ്. പക്ഷെ അദ്ദേഹം പറയുന്ന വാക്കുണ്ട് എന്താ? കുല്ലമാ ഖാബല വാഹിദ മിൻ ആമത്തിൽ മുസ്ലിമീൻ വജദഹു മുന്തസിബൻ ലിത്വരീഖത്തിൽ ഖാദിരിയ.
അദ്ദേഹത്തിൻ്റെ 8-ാം നൂറ്റാണ്ടിനെ പറ്റി ഇബ്നു തൈമിയ്യ പറയുന്നത് എന്താണെന്നറിയോ? കുല്ലമാ കാബല വാഹിദമിൻ ആമത്തിൽ മുസ്ലിമീന, പണ്ഡിതന്മാരെ പറ്റിയല്ല, സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ ആ കാലത്ത് ഏതിൽ ഒന്നിനെ കണ്ടാൽ പോലും വജദഹും മുന്തസിബല്ലി ത്വരീഖത്തുൽ ഖാദിരി, അവൻ ഖാദിരിയായിരിക്കും. ഏത് അദ്ദേഹം പറയാണ്, ഈ ഒരു മനുഷ്യനെ കണ്ടാൽ, അത് മൗല്യമാരാണ്, പണ്ഡിതന്മാരാണ്, കിതാബ് ഓതിയിട്ട് ത്വരീഖത്ത് വാങ്ങാൻ പോയതാന്നൊക്കെ പറയല്ലോ. അല്ല, ഇത് ഏത് സാധാരണക്കാരനും അക്കാലഘട്ടത്തിൽ ഖാദിരി ത്വരീഖത്തുകാരായിരുന്നു എന്നാ പറയണത്. അപ്പം അത്രത്തോളം ഒരു കാലഘട്ടത്തിന്, തൻ്റെ കാലഘട്ടത്തിനെ മുഴുവനും സ്വാധീനിക്കാനും തന്നിലേക്ക് ആകർഷിക്കാനും കഴിഞ്ഞ വലിയ വ്യക്തിത്വമാണ് മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു വസ്റുൽ അസീസ്. പിന്നെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ലോകത്ത് നാം പറഞ്ഞല്ലോ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യം, അത് ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ആ പൊലിമ നഷ്ടപ്പെട്ടു പോകാതെ, അതിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോകാതെ, അത് ശരിക്കും പരിപൂർണമായ ദീനിനെ അവതരിപ്പിക്കുന്നത്, ദീനിനെ ജനങ്ങൾക്ക് സ്വായത്തമാക്കി കൊടുക്കുന്നത് മഹാന്മാരായ ത്വരീഖത്തിൻ്റെ മശായിഖന്മാരാണ്. മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു വസ്റുൽ അസീസ് തന്നെ പറഞ്ഞല്ലോ, ഭൂമിതനത്തിൽ ഞാൻ ദീനെ നടത്തുവാൻ വേദാമ്പർ തന്നോട് ആള് ഞാൻ എന്നവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീൻ നടത്താൻ വേണ്ടി നബിതങ്ങളിലേക്ക് ആളുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു വസ്റുൽ അസീസ് ഒരിക്കലും തന്നെ നബിതങ്ങളെ വിട്ടിട്ട് എന്നിലേക്ക് നിങ്ങൾ വരുമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അവരുടെ ദൗത്യം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള സുഹബത്തും തങ്ങളോടുള്ള മഹബത്തും അതുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഔലിയാക്കളുടെ ദൗത്യം. ആ ദൗത്യം നിർവഹിച്ച ആളാണ് മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു വസ്റുൽ അസീസ്. അപ്പോൾ മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു വസ്റുൽ അസീസ്, മഹാന്മാരായ ത്വരീഖത്തിൻ്റെ മശായിഖന്മാർ, അവരൊക്കെ നടത്തുന്ന ദൗത്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ആ മുരീദന്മാർക്ക് ബന്ധം ഉണ്ടാക്കി കൊടുക്കുക, ആ നിലയ്ക്ക് ഇവരുമായിട്ടുള്ള സമ്പർക്കത്തിലുള്ള സുഹബത്തും ആ മഹബത്തും നേടിക്കൊടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലാണ് നടത്തുന്നത്. അതിലൂടെ മാത്രമേ സമ്പൂർണ്ണമായ ദീൻ കൈവരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് നാം പറഞ്ഞത്. മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു വസ്റുൽ അസീസ് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താ? ലൈസ ബൈനക്കും നബിയുൻ മൗജൂദും ബി സൂറത്തിൻ, നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ജഡത്തോടുകൂടെ കാണാനില്ല. പക്ഷേ വൈദാ തബിയത്തുൽ മുത്തബീന ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹഖിഖീന ഫി ഇത്തിബാഇഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശരിക്കും പിൻപറ്റിയ യഥാർത്ഥ ആ പണ്ഡിതന്മാരെ പിൻപറ്റി കഴിഞ്ഞാൽ ഫകാന്നമാ ഖദിത്തബഅതുമൂഹു, അപ്പോൾ നിങ്ങൾ നബിതങ്ങളെ പിൻപറ്റി. വൈദാ റഅയ്തുമൂഹും ഫകാന്നമാ ഖദ് റഅയ്തുമൂഹും, അവരെ കണ്ടാൽ നബിതങ്ങൾ കണ്ടു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ ഇത്തിബായിലായിട്ട് നടക്കുന്ന ആളുകൾ ആ പണ്ഡിതന്മാരെ കണ്ടാൽ, അവരെ കണ്ടാൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടതുപോലെയാണ്. അവരെത്തിബായ് ചെയ്താൽ നബിതങ്ങളെ എത്തിബായ് ചെയ്തതുപോലെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബത്ത്, ആ മഹബത്ത് ഉണ്ടാക്കലാണ് മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു വസ്റുൽ അസീസിൻ്റെ നിർദ്ദേശങ്ങളും അവിടുത്തെ പ്രഭാഷണങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ, ഫതൂർ റബ്ബാനി പോലത്തെ അവിടുത്തെ പ്രഭാഷണങ്ങളുടെ സമാഹാരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ് ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു വസ്റുൽ അസീസ് ചെയ്യുന്നത്. ഒരു മുരീദിനെ സംബന്ധിച്ചിടത്തോളം ആ മുരീദ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ആ തങ്ങളുടെ സുന്നത്ത് പിൻപറ്റി ജീവിക്കുന്നതിനെ പറ്റി മഹാനായ ഗൗസുൽ ആദം തൻ്റെ ഫതൂർ റബ്ബാനി പറഞ്ഞു, അമലു ബി സുന്നത്തി യൂഖിഫുക അലർ റസൂലി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് കൊണ്ട് അമൽ ചെയ്യുക എന്നുള്ളത് നിനക്ക് യൂഖിഫുക അലർ റസൂലി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കാനും നബിതങ്ങളോട് അടുക്കാനും നബിതങ്ങൾ മനസ്സിലാക്കാനും അതാണ് മാർഗം. നമ്മളിപ്പോൾ നബിതങ്ങളെ സ്വപ്നം കാണാൻ എന്താ കാണുമെന്ന് എല്ലാവരും ചോദിക്കണം. നബിതങ്ങളെ സ്വപ്നം കാണാൻ, സ്വപ്നം മാത്രമല്ല ഇതിനപ്പുറം യാഥാർത്ഥ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നബിതങ്ങളെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അമലു ബി സുന്നത്തി, സുന്നത്ത് കൊണ്ട് അമൽ ചെയ്യുക എന്നുള്ള യൂക്കിഫുക്ക,
അല റസൂൽ നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിനക്ക് മനസ്സിലാക്കി തരാനുള്ള മാർഗ്ഗമാണ്. അപ്പോൾ നബി തങ്ങളെ മനസ്സിലാവും. അങ്ങനെ ആ സുന്നത്ത് കൊണ്ട് മുന്നേറുന്ന സമയത്ത് ഒരു മുരീദിനെ സംബന്ധിച്ചിടത്തോളം മഹാനായ ഗൗസുൽ-ആദം ഖദ്ദസല്ലാഹു സിർറഹു ലാ യബറഹു ബി ഖൽബിഹി വ ഹിമ്മതിഹി മിൻ ഹൗലി ഖുലൂബിൽ ഖൗമി, ഇങ്ങനെയുള്ള ഈ മുരീദന്മാർ അവരിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ആത്മാവ് കൊണ്ടും ഹിമ്മത്ത് കൊണ്ടും ഈ മുരീദന്മാരുടെ ഹൃദയത്തിൻ്റെ ചുറ്റുഭാഗത്തും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാവും എന്നതാണ്. അപ്പോൾ നബി തങ്ങളുടെ സാന്നിധ്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് മഹാനായ ഗൗസുൽ-ആദം ഖദ്ദസല്ലാഹു സിർറഹു ഹുവൽ മുതയ്യിബുൽ മുബഖിറു ലഹാ, ഈ മുരീദന്മാരുടെ ഹൃദയങ്ങൾക്ക് ശരിക്കും സുഗന്ധം പൂശുക, അതിന് ബഹൂർ ഒപ്പിച്ചു കൊടുക്കുക, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്ന പറഞ്ഞു. അൽ മുസഫീരി അസ്റാരിഹിം, അവരാന്തരാത്മാവുകൾക്ക് കടഞ്ഞെടുക്കുക. ഉൽ മുസയ്യിനു ലഹ, അതിന് ശരിക്കും ഭംഗിയാക്കി കൊടുക്കുക. എന്നിട്ട് ഹുവൽ മുസ്തഫ്തിഹു ബാബൽ ഖുർബി ലഹ, എന്നിട്ട് ആ മുരീദന്മാരുടെ ഹൃദയങ്ങൾക്കൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ത് ചെയ്യുന്നത്, അല്ലാഹുവുമായിട്ട് അടുപ്പത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്നത്. മഹാനായ ഗൗസുൽ-ആദം ഖദ്ദസല്ലാഹു സിർറഹു ഇതൊരു സ്ഥലത്ത് മാത്രമല്ല, ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിന്ന് ഒരു ചെറിയ സകലം മാത്രം പറഞ്ഞു. അവൾ വത്തൂർ റഹ്മാനിയുടെ കുട്ടികൾ ഓതി കൊടുക്കുന്നുണ്ടല്ലോ, അത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഗൗസുൽ-ആദം ഖദ്ദസല്ലാഹു സിർറഹുവിൻ്റെ നിലപാട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കുല്ലമാ തഖദ്ദം തൈലിഹി ഖതുവത്തൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സുന്നത്തെടുത്തുകൊണ്ട് നീ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് മുന്നിട്ട് കഴിഞ്ഞാൽ ഇസ്ദാദ ഫർഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ അത്യധികം സന്തോഷിച്ചു കൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ സന്തോഷമായിരിക്കും. കുലിയമലു ഫസറല്ലാഹു അമലക്കും റസൂലുഹു, നിങ്ങൾ അമൽ ചെയ്തോളൂ, അള്ളാഹുവും റസൂലും നിങ്ങളെ അമൽ കാണുമെന്ന് പറഞ്ഞല്ലോ. ആ ശരിക്കും അമൽ കാണും തന്നെയാണ് പറഞ്ഞത്. ആ സുന്നത്ത് കൊണ്ട് മുന്നേറുന്ന സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആ മുരീദന്മാർക്ക് എന്ത് ചെയ്യുക, അവരാ വാതിൽ തുറന്നു കൊടുക്കുന്ന പണി. അള്ളാഹുവിനോട് പറഞ്ഞിട്ട് വാതിൽ തുറന്നു കൊടുക്കാൻ ശഫാഅത്ത് ചെയ്യുന്ന പണിയാണ് ആര്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യും. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, കൂനൂ ഫി ജമീഇ ഉമൂരിക്കും ബൈന യദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ദൂദുൽ ഔസാത്ത് തഹത അംരിഹി വനഹി വത്തിബാഇഹി, നിങ്ങൾ നിങ്ങളുടെ ഏതൊരു കാര്യങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന, തങ്ങളുടെ വിലക്ക്, തങ്ങളുടെ ഇത്തിബാ, അതിൻ്റെ ചുവട്ടിൽ നിങ്ങൾ ശരിക്കും കച്ച മുറുക്കിക്കൊണ്ട് സർവദാ സന്നദ്ധനായിക്കൊണ്ട് തന്നെ ഇരിക്കണം. നബി തങ്ങൾ എന്ത് പറഞ്ഞോ അതനുസരിക്കണം, നബി തങ്ങൾ എന്ത് വിലക്കിയോ അതിൽ നിന്ന് ഒഴിവാവണം. ഈ നിലക്ക് പൂർണ്ണമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ശരിക്കും അരമുറുക്കിക്കൊണ്ട് നിൽക്കണം. അരമുറുക്കിക്കൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ആ സന്നദ്ധ ഭടന്മാരെ പണി, അങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യും, അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇലാ യദ്ഉകുമുൽ മലിക്കു ഇലൈഹി, അപ്പോൾ രാജാതിരാജൻ നിങ്ങളെന്ത് ചെയ്യും, അവനിലേക്കാണ് വിളിക്കും, വരുമെന്ന് പറയും. അങ്ങനെ പറയുന്ന സമയത്ത് ഫഹീനൈദിൻ ഇസ്തദിനുർ റസൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദ്ഖുലു അലൈഹി, അങ്ങനെ വിളിക്കുന്ന സമയത്ത് നിങ്ങളെന്ത് ചെയ്യുക, അങ്ങോട്ട് ഒന്നും നോക്കാതെ പോകരുത്. അപ്പോഴും ശൈഖന്മാരൊക്കെ ഒരു ഓർമ്മ കാണുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഹീനൈദിൻ ഇസ്തദിനുർ റസൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദ്ഖുലു അലൈഹി, എന്നിട്ട് എന്ത് ചെയ്യുക, റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് സമ്മതം ചോദിക്കുക, എന്നിട്ട് ഇതാ കിടക്കാൻ പോകുക എന്ന് കടന്നു പോയിക്കൂടിയിരുന്നു. അപ്പോൾ ഇതിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്, മഹാനായ ഗൗസുൽ-ആദം ഖദ്ദസല്ലാഹു സിർറഹു അവിടുന്ന് പരിശുദ്ധ ദീനിൻ്റെ സമ്പൂർണ്ണമായ ദീനിൻ്റെ ഭാഗമായ ശരീഅത്ത്, ആ ഇസ്ലാം അനുഷ്ഠാന കർമ്മങ്ങൾ അതൊക്കെ ശരിക്കും പൂർണ്ണമായി നിർവഹിച്ച് ഈമാനിൻ്റെ കാര്യത്തിൽ അവരെ ശരിക്കും അത് ശക്തിപ്പെടുത്താനുള്ള മാർഗങ്ങൾ ചെയ്യുന്ന സമയത്ത് അവരുടെ മുമ്പിൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് മഹാനായ ഗൗസുൽ-ആദം പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പിന്നെ ഈ മുരീദിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്മീയ യാത്രയിൽ അവൻ അള്ളാഹുവിലേക്ക് കടക്കാനുള്ള വാതിൽ തുറന്നു കൊടുക്കുന്ന ആൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവുമെന്ന് മഹാനായ ഗൗസുൽ-ആദം ഖദ്ദസല്ലാഹു സിർറഹു അവിടുന്ന് പരിചയപ്പെടുത്തും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ലോകത്ത് ഞാൻ പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് ഇങ്ങനെ വന്നാൽ ആ സുഹബത്തും കിട്ടി തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ തന്നെ എന്താ പറഞ്ഞത്, എന്നെ ആരെങ്കിലും ഉറക്ക് കണ്ടാൽ
എന്നെ അവൻ ഉണർച്ചയിൽ കണ്ടതുപോലെ തന്നെ എന്നല്ല പറഞ്ഞത്. എന്നെ മനാമിലായിക്കൊണ്ട് ആരെങ്കിലും കണ്ടാൽ എന്നെ ഉണർച്ചയിലായിട്ട് കണ്ടതുപോലെയാണ്. സ്വഹീഹായ ഹദീസാണ്. അപ്പോൾ ഞാൻ ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ പോലും ഉണർച്ചയിൽ കണ്ടതുപോലെയാണെന്ന് പറഞ്ഞാൽ, എന്നാൽ കണ്ട ആൾക്കാരൊക്കെ ഞാൻ സഹാബിയാന്ന് പറഞ്ഞിട്ട് നമുക്ക് ചാടിക്കളിക്കാനൊന്നും അങ്ങനെ പറ്റില്ല. ഇതിനൊക്കെ ഒരു സാങ്കേതികത്വമൊക്കെ ഉണ്ട്. അതിൻ്റെ പരിധി വിട്ടുകൊണ്ടൊന്നും നമുക്ക് അമിതാഹ്ലാദം പാടില്ല. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ചെറുതായിട്ട് ആ സുഹബത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടതാണത്. ആ സുഹബത്തിലേക്കൊന്ന് എത്തിപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ആ ഒരു കിനാവ് കാണുന്നതോടുകൂടെ നടക്കാൻ പോകുന്നത്. പിന്നെ അത് തന്നെ ഇതേപോലെ ആത്മീയ സരണയിൽ മുന്നേറുന്ന ആളുകൾക്ക് അവർ സുന്നത്തുകൾ കൂടുതൽ എടുക്കുന്ന സമയത്ത് അവരെ കൃത്യമായിട്ടുള്ള അവരെ കൽബ് മറ്റുള്ള എല്ലാതിൽ നിന്നും വേർപ്പെടുത്തി മറ്റുള്ള എല്ലാ നിലക്കുള്ള ഭൗതിക താല്പര്യങ്ങളും അതിൽ നിന്നെല്ലാം വെടിഞ്ഞുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സുന്നത്തിലായിട്ട് മുന്നേറുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരനുഭവിക്കുന്നത് സ്വപ്നത്തിലല്ല, യാഥാർത്ഥ്യത്തിൽ തന്നെയാണ്. ലവിഹ്തജബ അന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തർഫത്തൈൻ മാഅദത്തു നഫ്സി മിനൽ മുസ്ലിമീൻ എന്നല്ലേ മഹാൻ അബുൽ അബ്ബാസ് മുർസി റഹ്മഹുല്ലാഹ് മഹാനവറുകൾ പറഞ്ഞത്. എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കണ്ണ് വെട്ടിമീക്കുന്ന സമയം മറഞ്ഞു പോയാൽ പോലും ഞാൻ മുസ്ലിമാണെന്ന് ഞാൻ കരുതുന്നില്ല എന്നാ പറഞ്ഞത്. അപ്പോൾ അവരെ പറ്റി സാങ്കേതികാർത്ഥത്തിൽ അവർ സ്വഹാബാക്കളല്ല എങ്കിലും അവർ യഥാർത്ഥത്തിൽ ആ സുഹബത്ത് കിട്ടിയ ആളുകളാണ്. ഈ സുഹബത്ത് കിട്ടുന്ന ആളുകൾ, ആ സുഹബത്തും മഹബത്തും കിട്ടുന്ന ആളുകളെ കൊണ്ടാണ് ലോകം മുഴുവൻ ലോകാവസാനം വരെയുള്ള ഈ ദീനിൻ്റെ ദഅവത്ത്. അതുകൊണ്ടാണ് ആ ടീമിനാണ് ലോകാവസാനം വരെ അവരാണ് വിജയിക്കുന്ന ആളുകൾ, അവരാണ് യഥാർത്ഥ പ്രബോധകരെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു പ്രബോധന ദൗത്യത്തിൽ മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറുൽ അസീസിൻ്റെ ആ പോസ്റ്റ് നിയോഗം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകളുടെ ശിഷ്യഗണങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്ത് മുഴുവനും ആത്മീയമായി നേതൃത്വം വഹിക്കുന്നത്, ആത്മീയമായ ഭരണം നടത്തുന്നത് എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓരോരുത്തരായിട്ട് നിങ്ങൾ എടുത്തു നോക്കൂ. ലോകത്ത് തരീഖത്തിൻ്റെ മശായിഖന്മാർ, അറിയപ്പെട്ട തരീഖത്തിൻ്റെ മശായിഖന്മാർ, ഇപ്പോൾ ഖാദിരിയ തരീഖത്ത്, അത് കഴിഞ്ഞാൽ പിന്നെ ഖാദിരിയ തരീഖത്തിന് തന്നെ ഒരുപാട് ശാഖകളും ഉപശാഖകളുമായിട്ട് പരന്നു കിടക്കുന്ന സാമ്രാജ്യമാണത്. ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ റിളവിയ എന്ന് പറഞ്ഞാൽ ഖാദിരിയ തന്നെയാണ്. അത് ബഹുമാനപ്പെട്ട ആല ഹസ്രത്ത് അഹമ്മദ് റിദാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി റിദാ ഖാൻ എന്ന് പറയുന്ന പേരിലേക്ക് റിളവിയ, നമ്മൾ ഇതൊക്കെ റസ്വി എന്ന് പറയും. അതിങ്ങനെ പറഞ്ഞല്ലോ തിരിച്ചു മറിച്ച് വരും. റസ്വി എന്ന് പറഞ്ഞാൽ റിളവിയാണ്, ഒരു ഖാദിരിയാണ്. പിന്നെ സ്വാബിരി, അതും യഥാർത്ഥത്തിൽ ഖാദിരിയാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മഹാന്മാരും, ഷാദുലി ഇമാം അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു മഹാനവറുള്ള ഷാദുലിയ തരീഖത്ത്, ആ ഷാദുലി തരീഖത്തും യഥാർത്ഥത്തിൽ മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറുൽ അസീസിനോട് ബന്ധപ്പെട്ട് കിടക്കില്ലേ. കാരണം അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഷെയ്ഖ് ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ബിൻ മിശ്രീസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖാണ് ബഹുമാനപ്പെട്ട അബൂമദിയുൽ മഗ്രിബി റളിയല്ലാഹു അൻഹു. അബൂമദിയുൽ മഗ്രിബി റളിയല്ലാഹു അൻഹു മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറുൽ അസീസിൻ്റെ കാലഘട്ടത്തിലുള്ള ആളായിരുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഉപ്പാനോട് കൂടെ ഹജ്ജിന് പോയ സമയത്ത് അറഫയിൽ വെച്ച് സംഭവം നടന്നു. എന്താണത്? ബഹുമാനപ്പെട്ട അബൂമദിയുൽ മഗ്രിബി റളിയല്ലാഹു അൻഹു വന്ന് അറഫയിൽ വന്നുകൊണ്ട് ഉപ്പാനായിട്ട് സംഗമിച്ചു. എന്നിട്ട് ഉപ്പാൻ്റെ അടുത്ത് തരീഖത്തും വാങ്ങി. ആരാ അബൂമദിയുൽ മഗ്രിബി റളിയല്ലാഹു അൻഹു? അത് വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല. അപ്പോൾ അങ്ങനെ അബൂമദിയുൽ മഗ്രിബി റളിയല്ലാഹു അൻഹു അറഫയിൽ വെച്ചുകൊണ്ട് ഉപ്പാൻ്റെ അടുത്ത് നിന്ന് ബർക്കത്തിന് വേണ്ടി ആ ഹിർക്ക വാങ്ങി, ഇജാദത്ത് വാങ്ങി, തരീഖത്തൊക്കെ വാങ്ങിപ്പോയിന്ന് അബൂമദിയുൽ റളിയല്ലാഹു അൻഹു. ഈ അബൂമദിയുൽ മഗ്രിബി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനാണ് സാലിഹുദ് ദക്കാലി റളിയല്ലാഹു അൻഹു. സാലിഹുദ് ദക്കാലി എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുരീദ. പിന്നെ അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു മറ്റൊരു വഴിയുണ്ട്, അത് സാലിഹുദ് ദക്കാലി വഴിക്കും അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ആ ശിഷ്യരെ ബന്ധപ്പെടും. സാലിഹുദ് ദക്കാലി റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ അബൂമദിയുൽ മഗ്രിബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിന്നെ സാലിഹ്,
ഒന്ന് ബഗ്ദാദ് പോകണം, ബഗ്ദാദ് പോയിക്കോന്നാണ്. എന്തിനാ ബഗ്ദാദ് പോണത്? ഇവിടെ തന്നെ എല്ലാം കൊണ്ടും സമ്പൂർണ്ണനാണ് ആര്? ഷെയ്ഖ് അബൂ മദീൻ റളിയല്ലാഹു അൻഹു. ബഗ്ദാദ് പോകണമെന്നാണ്. എന്തിനാ ബഗ്ദാദ്? ഫഖർ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം എന്നുള്ള അർത്ഥമല്ല കേട്ടോ. അത് തസൗഫിൻ്റെ ഭാഷയിൽ ഫഖർ എന്ന് പറഞ്ഞാൽ വേറൊന്നിലേക്ക് ആവശ്യമില്ല, അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുക, അതാണ് ഫഖർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഫഖർ എന്നുള്ളത് എന്താണ് എന്ന് അവിടെ പോയിട്ട് പഠിച്ചു പോകാമെന്ന് പറഞ്ഞു. മദിയൻ നാട്ടിൽ നിന്ന് എന്നുവെച്ചാൽ ആഫ്രിക്കയിൽ നിന്ന് ഈ ശിഷ്യനെ പറഞ്ഞേക്കുക ബഗ്ദാദിലേക്ക്. അങ്ങനെ ബഗ്ദാദിൽ വന്നുകൊണ്ട് മഹാനായ ഔസുല്ലാദും ഖദ്ദസല്ലാഹു വന്നുകൊണ്ട് സാലിഹു ദക്കാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടുന്ന് എൻ്റെ ഷെയ്ഖിനെ പറഞ്ഞയച്ചതാണ്. എന്തിനാ പറഞ്ഞയച്ചേക്കണത്? ഈ ഫഖർ എന്ന് പറഞ്ഞാൽ മുരീദാകുക എന്ന് പറഞ്ഞാൽ അതിനിപ്പോൾ ഈ പറഞ്ഞു. ഫഖർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കാം. ഫഖർ എന്ന് പറഞ്ഞാൽ ഫക്കീറന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ട് ഭാഷയാണ്. പൈസ പിച്ചക്കാരെന്നുള്ള അർത്ഥത്തിന് വരതല്ല. അന്തുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹുൽ ഗനിയുൽ ഹമീദ് എന്നല്ല പറഞ്ഞു. നിങ്ങൾ അള്ളാഹുവിലേക്കുള്ള ഫക്കീറന്മാരാ, അള്ളാഹിൻ്റെ ഫക്കീറന്മാരാണ്. അള്ളാഹുവാണ് ഗനിയ്. ആ നിലപാടുമായിട്ട് പോകുന്ന ആളുകൾ, അതാണ് ഫഖർ. ആ ഫഖർ എന്താണെന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി എന്നെ വിട്ടതാണെന്ന്. അങ്ങനെ വിട്ടതാണെങ്കിലും കാര്യം ചെയ്യും, കുറച്ച് അവിടെ ഒഴിഞ്ഞു കുത്തിരുന്നോന്നാണ്. അങ്ങനെ സ്ഥലം ഒരു 28 ദിവസം ഒരു കാലിയായ സ്ഥലം കാണിച്ചു കൊടുത്തു. അവിടെ പോയിരുന്നു. 28 ദിവസം കഴിഞ്ഞതിന് ശേഷം ഔസുല്ലാദ് ഖദ്ദസല്ലാഹു അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഇങ്ങോട്ട് നോക്കുന്നതാണ്. അപ്പം ഇങ്ങോട്ട് നോക്കുമ്പോൾ എന്താ കണ്ട്? ഞാൻ കാബം കാണാണ്ടെന്നാണ്. ബഗ്ദാദിൽ നിന്നാണ് കാബം കാണുന്നത്. പിന്നെ അങ്ങോട്ട് വലത്തോട്ട് നോക്കാൻ വേണ്ടി പറഞ്ഞു. എന്താ കാണുന്നത് വെച്ചാൽ എൻ്റെ ഷെയ്ഖിനെ കാണാണ്ടെന്നാണ്. അബൂ മദീൻ റളിയല്ലാഹുവിനെ കണ്ടുന്നാണ്. എന്നാൽ പോയിക്കോ, എവിടേക്കാണ് പോകേണ്ടത്? കാബം കാണാൻ പോകണോ ഷെയ്ഖിനെ കാണാൻ പോകണോ? അപ്പോൾ നമ്മൾ പറയും ഏതായാലും ഹജ്ജ് ചെയ്തിട്ടുണ്ട് കാബം കാണാൻ പോകും. ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോകും. അവർ ആ ശിഷ്യനെന്ത് പറഞ്ഞു? എനിക്കെൻ്റെ ഷെയ്ഖിൻ്റെ അടുത്താ പോകേണ്ടത് പോകാറ്. അങ്ങനെ ഷെയ്ഖ് പറഞ്ഞു വിട്ടതല്ലേ. അപ്പോൾ എൻ്റെ ഷെയ്ഖിൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ ചോദിച്ചു, ഒറ്റ ചവിട്ടടി കൊണ്ട് നിനക്ക് ആഫ്രിക്കയിലേക്ക് എത്തണം, അതല്ല വന്ന മാതിരി പോവുകയാണ്, എന്താണ്? ഞാൻ വന്ന മാതിരി തന്നെ പോയിക്കൊള്ളാറുണ്ട്. മറ്റേ പോക്കെന്ന് പറഞ്ഞാൽ അപ്പോൾ നടക്കും. ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് അങ്ങോട്ട് പോകാൻ കഴിയും. പോകണോ ചോദിച്ചു. വേണ്ട, ഞാൻ നടന്ന് വന്ന പോലെ തന്നെ പോയിക്കൊള്ളാറ്. അപ്പോൾ അതാണ് നല്ലത് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഫഖർ എന്താണെന്നതിനെ പറ്റി ചെറിയ വിശദീകരണമൊക്കെ കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞത് ചരിത്രം അങ്ങനെ നീട്ടി പറയാൻ വേണ്ടിയിട്ടില്ല. അബൂ മദീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ബഹുമാനപ്പെട്ട അബ്ദുസ്സലാമിൻ മിശ്രീസ് റളിയല്ലാഹുവിൻ്റെ പരമ്പരയിലും അതുപോലെ സാലിഹു ദക്കാലി റളിയല്ലാഹു അൻഹു ആ പരമ്പരയിലൊക്കെ പെട്ടാണ് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു. ആ ഷാദുലി ഇമാമിൻ്റെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഇസ്സുദ്ദീൻ ബിൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു. ഷാഫി മദ്ഹബിലുള്ള പ്രാമാണികനായ പണ്ഡിതൻ, ഗസാലി ഇമാമിനെ പോലെയുള്ള പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇസ്സുദ്ദീൻ ബിൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറഞ്ഞാൽ മാറഫ്തുൽ ഇസ്ലാമുൽ കാമില ഇലാ ബഅദ ജതിമാഹി ബിശൈഖ് അബുൽ ഹസൻ ഷാദുലി. അബുൽ ഹസൻ ഷാദുലി കണ്ടപ്പോഴാണ് എന്താണ് ഇസ്ലാം എന്ന് എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞു. ആര്? ഇസ്സുദ്ദീൻ ബിൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു. അതിന് മുമ്പ് ഇതൊക്കെ ചെറുതായിട്ട് നിഷേധിച്ചിരുന്ന ആളാണ്. അങ്ങനെ ലോകത്ത് പാണ്ഡിത്യം കൊണ്ടും അതുപോലെ തന്നെ കറാമത്തുകളെ കൊണ്ടും ആത്മീയമായ ഔന്നത്യങ്ങളെ കൊണ്ടും ആരൊക്കെ ലോകത്ത് മഹാനായ ഔസുലാദം ഖദ്ദസല്ലാഹു ശേഷം ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ മുഴുവനും മഹാനവരുടെ മദത് കിട്ടിയതായിട്ട് നമുക്ക് ശരിക്കും ചരിത്രത്തിൽ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. നക്ഷബന്ദി തരീഖത്തിൻ്റെ മഹാനായിട്ടുള്ള ഷെയ്ഖ് ബഹാവുദ്ദീൻ ഷാ നക്ഷബന്ദി മഹാനവറുകൾ അദ്ദേഹം പറയുന്നത് മഹാനവറുകളുടെ ആ പിന്നെ ഔസുലാദം ഖദ്ദസല്ലാഹു ആത്മീയമായ നിലയിൽ മുറാക്കബയിൽ ഇരുന്നപ്പോൾ മഹാനായ ഔസുലാദമിനെ കണ്ടു. എന്നിട്ട് ആ കൈയൊന്ന് ആ നെഞ്ഞത്തൊന്ന് അമർത്തി കൊടുത്തു എന്നാണ് പറഞ്ഞു. അതാണ് നക്ഷബന്ദ്. ആ അള്ളാഹ് എന്നുള്ള ആ ഒന്നാണ് ഹൃദയത്തിൽ അമർത്തി കൊടുക്കുക. അതാണ് നക്ഷബന്ദ് ആണ്, ബന്ധാക്കി കൊടുത്തു എന്നാണ്. അപ്പോൾ നക്ഷബന്ദികളായത് അങ്ങനെ ആ മതത്തെ കിട്ടിയിട്ടുണ്ട്. ഇനി സുഹ്റവർദിയ ത്വരീഖത്ത് മഹാനായ ശിഹാബുദ്ദീൻ ഉമർ സുഹ്റവർദി റളിയല്ലാഹു അൻഹു
അവാരിഫുൽ മാരിഫിൻ്റെ മുസന്നിഫായിട്ടുള്ള ബഹുമാനപ്പെട്ട സുഹ്റവർദി ഇമാം മഹാനവറുകൾ ഗൗസുൽ ഖദ്ദസല്ലാഹുൽ ശിഷ്യനാണ്. ആ സദസ്സിൽ വന്നിരുന്ന ആളാണ്. എത്രത്തോളം പഴയകാലത്ത് തൻ്റെ പിതൃവ്യനായിട്ടുള്ള അബു നജീബ് അബ്ദുൽ ഖാഹിർ സുഹ്റവർദി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ കൂടെ ഒരിക്കൽ ഈ കുട്ടീനെ കൊണ്ടുപോയതാണ്. എന്താ എപ്പോഴും ഇങ്ങനെ ഫൽസഫ പഠിക്കുക, അങ്ങനെ മറ്റുള്ള ഇൽമുൽ കലാം പഠിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ പലതിലും ഇങ്ങനെ ശുഗലായും കൊണ്ടിരിക്കുമ്പോൾ ഇവനിതൊന്നും മാറണം, ഗൗസുല്ലാദമിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ അങ്ങനെ കൊണ്ടുപോയത് ഒരിക്കൽ. അവിടെ ചെന്നിട്ട് ആ സദസ്സിലിരുന്നപ്പോൾ പറഞ്ഞു, മഹാനവറുകളെ, എൻ്റെ ഈ കുട്ടി ഇവൻ എപ്പോൾ നോക്കിയാലും ഈ ഇൽമുൽ കലാമും മറ്റുള്ള ചർച്ചകളുമായിട്ട് നേരം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവനും നേരാവണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ കിതാബാണ് പഠിച്ചതെന്ന് ചോദിച്ചു. അക്കീദൻ്റെ വിഷയത്തിൽ ഇൽമുൽ കലാം എന്ന് പറഞ്ഞാൽ തർക്കവിതർക്കങ്ങളൊക്കെ ഉണ്ടാവുകയില്ല. അപ്പോൾ എന്തൊക്കെ പഠിച്ചപ്പോൾ 2 കിതാബിൻ്റെ പേര് പറഞ്ഞു. അത് മുഴുവൻ കാണാൻ പാടായിട്ടാണ്. അപ്പോൾ ഗൗസുല്ലാദം ആ നെഞ്ഞത്തിൽ നിന്നും ഇങ്ങനെ തടവിയനൂടെ പഠിച്ചതൊക്കെ മറന്നുപോയിന്നാണ്. പഠിച്ചതൊക്കെ ആ കിതാബൊക്കെ മറന്നുപോയി. അപ്പോൾ ഒറ്റയടിക്ക് പിന്നെ പുതുതായിട്ട് കിട്ടിയത് അതുവരെ കിട്ടാത്ത സംഗതികളാണ് കിട്ടിയത്. സുഹ്റവർദി ഇമാമിൻ്റെ ഒരു മുരീദ് നജ്മുദ്ദീനുൽ ബഗ്ദാദി എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹം പറയുന്നു, ബഹുമാനപ്പെട്ട സുഹ്റവർദി ഇമാം അദ്ദേഹത്തിനെ കുറിച്ച് ഒരിക്കൽ റിയാദൊക്കെ ഇരുത്തിയപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം ഇരുന്ന് അത് കഴിഞ്ഞതിന് ശേഷം വന്നപ്പോൾ ആ മഹാൻ ഒരു കാഴ്ച കാണാൻ. എന്താ, ഒരു വലിയ പർവ്വതത്തിന് മുകളിലാണ് ആരുള്ളത്? സുഹ്റവർദി ഇമാമുള്ളത്, ഷെയ്ഖ്. ഒരുപാട് ആ പർവ്വതം ഒട്ടാകുന്നതാണ് ഈ മാണിക്യത്തിൻ്റെ മുത്തുകളുടെ ഒരു വലിയ മലയെ. താഴത്താണെങ്കിൽ ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കണം, അവർക്ക് ഇങ്ങനെ കോരി കൊടുത്തുകൊണ്ടിരിക്കുക, അതിനനുസരിച്ച് ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക. ഒരു അക്ഷയ നിധി എന്ന് പറഞ്ഞ പോലത്തെ നല്ലൊരു മലയാണ്. ഇത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ സുഹ്റവർദി ഇമാം പറഞ്ഞു, നീ കണ്ടത് ശരിയാണ്, മാറയത്ത് ഹക്കുൻ. അത് മാത്രമല്ല, അതിൻ്റെ എത്രയോ ഇരട്ടികൾ മാറിയുണ്ട്. ഹാദിമി മാദത്തി ഗൗസുല്ലാദം സുൽത്താൻ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹ്. ഇത് പണ്ട് എന്നെ അബു നജീബ് റളിയല്ലാഹു അൻഹു കൊണ്ടുപോയ സമയത്തിന് അന്ന് കിട്ടിയതിൻ്റെ ബാക്കിയാണ് പൂജ കണ്ടത്. അന്ന് കിട്ടിയതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ആ സുഹ്റവർദിയ തരീഖത്തായിരുന്നാലും നക്ഷബന്ദിയ തരീഖത്തായിരുന്നാലും ചിശ്തിയ തരീഖത്തായിരുന്നാലും ലോകത്ത് അറിയപ്പെട്ട എല്ലാ നേതൃപരമായിട്ട് പങ്കുവഹിക്കുന്ന എല്ലാ തരീഖത്തുകളും അവരൊക്കെയും ദസൂഖിയ തരീഖത്ത്, ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ബഹുമാനപ്പെട്ട ഗൗസുല്ലാദം ഖദ്ദസല്ലാഹുൽ പരമ്പരയിലാണ് വിട്ടത്. ദസൂഖി ഇമാമ് അദ്ദേഹം ബഹുമാനപ്പെട്ട നജ്മുദ്ദീനുൽ ഇസ്ഫഹാനി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെ പോയി മഹാനായ സുഹ്റവർദി ഇമാമിൻ്റെ ശിഷ്യനാണ്. ആ പരമ്പരയിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് പിന്നെ ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അഹ്മദ് ബദവി റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള ഓരോ തരീഖത്തുകളെ പറ്റി പരിശോധിച്ച് നോക്കുമ്പോൾ ലോകത്ത് ആത്മീയ ലോകത്ത് നേതൃത്വം വഹിക്കുന്ന മഹാന്മാരായ ഔലിയാക്കളും അവരുടെ ആത്മീയ സരണികളൊക്കെയും മഹാനായ ഗൗസുല്ലാദം ഖദ്ദസല്ലാഹു മദത് സ്വീകരിച്ചവരാണ് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് മഹാനായ ഗൗസുല്ലാദം ഖദ്ദസല്ലാഹു പറ്റി യുഗപ്രഭാവൻ എന്ന് നമ്മൾ സാധാരണ യുഗങ്ങളെ പ്രോജ്വലിപ്പിക്കുന്ന മഹാനാണ് മഹാനായ ഗൗസുല്ലാദം ഖദ്ദസല്ലാഹു. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അർഹമുർ-റാഹിമീനായ റബ്ബ് അവൻ്റെ കൃപ കൊണ്ടും കാരുണ്യം കൊണ്ടും, അല്ലാതെ നമുക്കെന്ത് യോഗ്യതയുള്ളത്? എത്ര ആൾക്കാർ ഇപ്പോൾ ഈ ക്യാമ്പിൽ ഈ പന്തലിൻ്റെ ഉള്ളിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഭാഗ്യം കിട്ടിയത്. ഇതേപോലെ ആലമുൽ അർവാഹിൽ മഹാനായ ഗൗസുല്ലാദം ഖദ്ദസല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ സൈന്യത്തിൽ ഓരോരോ കമാൻഡർമാരും അവരുടെ സംഘങ്ങളുമാണുള്ളത്. അങ്ങനെ അൽ അർവാഹ് ജുനൂദ് മുജന്നദ അതാണല്ലോ ആ സംഘം. അവിടെ എങ്ങനെ ക്യാമ്പ് അടിച്ചിട്ട് അതിൻ്റെ ഒരാവർത്തനമാണ് ലോകത്ത് നടക്കുന്നത്. ലോകത്ത് ഏതൊരു ഷെയ്ഖും ആ ഷെയ്ഖിൻ്റെ മുരീദന്മാരും അവർ ആലമുൽ അർവാഹിൽ വെച്ച് ഇതിൻ്റെ മോഡൽ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഗൗസുല്ലാദം ഖദ്ദസല്ലാഹു ഈ ഖാദിരിയ ക്യാമ്പിൽ ആലമുൽ അർവാഹിൽ പങ്കെടുത്ത ആ ഒരു പുണ്യം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞത്. മഹാനായ ഗൗസുല്ലാദം ഖദ്ദസല്ലാഹു തൻ്റെ മുരീദന്മാരോട് ഏതെല്ലാം നിലക്കുള്ള വാഗ്ദാനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. മരിച്ചു കഴിഞ്ഞാൽ എനിക്കിനെ പറ്റി അറിയാമെന്ന് പറഞ്ഞു. യാ ഗുലാം
ഇതാമിത്ത തറാനി വ താരിഫുനിയൻ യമീനിക്ക വ ഷിമാലിക്ക ഫതൂർ റബ്ബാനി കാണാം. അല്ലയോ ഗുലാം മോനെ, നീ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്നെ കാണാൻ കഴിയും, എനിക്ക് എന്നെ അറിയാൻ കഴിയും. എൻ്റെ വലത്ത് ഭാഗത്തും ഞാനുണ്ടാവും, എൻ്റെ ഇടത്ത് ഭാഗത്തും ഞാനുണ്ടാവും. യാ മുഹിയദ്ദീനി മരിച്ചു കഴിഞ്ഞാൽ നിൻ്റെ വലത്ത് ഭാഗത്തും ഞാനുണ്ടാവും, ഇടത്ത് ഭാഗത്തും ഞാനുണ്ടാവും എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ, ഒരു ഖാദിരിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താണ് ബേജാറുള്ളത്? എൻ്റെ മുരീദുകളൊന്നും പേടിക്കണ്ട എന്നല്ലേ പറഞ്ഞത്. എൻ്റെ മുരീദിന് ഞാൻ കാവലെന്ന് പറഞ്ഞപ്പോൾ ആ യഥാർത്ഥ മുരീദായി കഴിഞ്ഞാൽ മതി. സല്ലനി മുങ്കറം വ നക്കീറൻ ഇന്ത മജീക ഇലാ ഖബരിക ഇന്ത മജീഹിമ ഇലാ ഖബരിക യുഖ്ബിറാക അന്നി. മഹാനായ റസൂലുള്ളാഹി ഖദ്ദസല്ലാഹു അലൈഹി പറഞ്ഞു, നീ മുങ്കർ നക്കീർ അലൈഹിസ്സലാം നിന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഖബറിലേക്ക് വരുന്ന സമയത്ത് അവരോട് എന്നെ പറ്റി ഒന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ യുഖ്ബിറാക അന്നി, അവർ നിനക്ക് എന്നെ പറ്റി പറഞ്ഞു തരുന്ന പറഞ്ഞു, എന്നെ പറ്റി എനിക്ക് പറഞ്ഞു തരുന്നു എന്നാ പറഞ്ഞത്. അപ്പോൾ അവരോട് ചിലപ്പോൾ അങ്ങോട്ടൊക്കെ ചോദ്യം ചോദിക്കാനൊക്കെ പറ്റുമല്ല. അപ്പോൾ ചില ആൾ കേട്ടിട്ട് അടി കൊള്ളേണ്ട ടീം പറഞ്ഞോ, അള്ളാഹു കൂടുതൽ പെടുത്താതിരിക്കട്ടെ. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമറെ, ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ നിങ്ങൾ പിന്നെ എന്ത് കാണിക്കും, പിന്നെ ഉമ്മാൻ റബ്ബുക്കുമാന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു റബ്ബി ഉമ്മൻ റബ്ബുക്കുമാന്ന് ചോദിക്കും കൊടുക്കും. അള്ളാഹുവാണ് എൻ്റെ റബ്ബ്, നിങ്ങൾ രണ്ടാളും റബ്ബ് ആരാണ്? ദീനിൽ ഇസ്ലാം, എൻ്റെ ദീൻ ഇസ്ലാമാണ്, നിങ്ങളുടെ ദീൻ എന്താണ് എന്ന് നിങ്ങൾ ചോദിക്കും. എന്ത് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷ വാർത്ത പറഞ്ഞതായിട്ട് ഹദീസ് കാണാൻ കഴിയും. അപ്പോൾ വരുന്ന ഈ ടീമിനോട് അങ്ങോട്ട് ചോദിക്കുക, ആര്? ഉമർ റളിയല്ലാഹു അൻഹു. ഇവർ അത്ഭുതപ്പെട്ടുകൊണ്ട് ആ സമയത്ത് പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, വാ അജബാ, എന്തൊരു അത്ഭുതമാണ്, നിങ്ങളെ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഇങ്ങോട്ടാ പറഞ്ഞയച്ചത്, അതല്ല ഞങ്ങളെ ചോദിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങോട്ടാ പറഞ്ഞയച്ചതെന്ന് അവർ ചോദിക്കും നിന്നോട് ഉമറേ എന്നാ പറയുന്നത്. അപ്പോൾ ആ ചെറിയ ഓപ്ഷനൊക്കെ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് നാം ഈ പരിശുദ്ധമായ മാർഗത്തിൽ ലോകം മുഴുവൻ നമ്മളെ എതിർത്താലും അനുകൂലിക്കും, പ്രശംസിക്കും, പല നിലക്കുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. എല്ലാ പ്രശ്നങ്ങളും ചിലപ്പോൾ നേരിടേണ്ടി വരും. മനക്കരുത്തോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിജയം നമുക്കാണുള്ളത്. ഒരു യഥാർത്ഥ ഖാദിരിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഖാദിരിയുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ആൾ പോലും എന്താവില്ല, ഓന് പ്രശ്നം വരില്ല എന്നല്ലേ. മുരീദിയില യുദാമുലഹും ജലീസു വലാ യഹ്സൽ ജലീസു വലാ യുബാലി. എൻ്റെ മുരീദിൻ്റെ അവസ്ഥ പറഞ്ഞു തരണോ? എൻ്റെ മുരീദിൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്ക് പോലും ഒരു ദ്രോഹം വരില്ല. മുരീദില യുദാമുലഹും ജലീസു. ആ മുരീദിൻ്റെ ഒപ്പം ഇരിക്കുന്ന ആൾ ഓൻ്റെ ചങ്കുകൾ, മറ്റേ ചങ്കല്ല, ചങ്ക് പല സൈസുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഇവൻ്റെ ഒപ്പം കൂടിയ ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ഒരു പൂർണ്ണമായിട്ട് ചിലപ്പോൾ ഒരു മുരീദായിട്ട് മാറിയിട്ടില്ലെങ്കിൽ ഇവനെ സ്നേഹിച്ച് കൂടിയ ആൾക്കാരാവും. അവർക്കും അതിൻ്റെ പത്രാസ് വേണ്ടേ? അപ്പോഴല്ലേ അവന് യഥാർത്ഥത്തിൽ പവറുള്ള ജീലാനിയായി മാറുള്ളൂ. മുരീദില യുദാമുലഹും ജലീസുൻ വലാ യഹ്സൽ ജലീസു വലാ യുബാലി. എൻ്റെ മുരീദിൻ്റെ കൂടെ ഇരിക്കുന്ന ആൾ അവന് പോലും ഒന്നും പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല, ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളെന്തിനാ പ്രശ്നത്തിൻ്റെ പേരിൽ ആലോചിച്ച് തലമുണ്ടാക്കേണ്ട ആവശ്യം? ഒറിജിനൽ മുരീദായി മാറുക എന്നുള്ളതാണ് അള്ളാഹു തൗഫീഖ് ചെയ്തിട്ട്. അതോടുകൂടെ മറ്റൊരു കാര്യം പറയാനുള്ള മഹാനായ ഖുതുബുസ്സമാൻ ഖദ്ദസല്ലാഹു അസീസ് മഹാനുകളുടെ ഉറൂസോട് കൂടെയാണ് നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അടുത്ത് നവംബർ മാസം 12-ാം തീയതി ബുധനാഴ്ച, അന്നാണിപ്പോൾ ജമാദുൽ അവ്വൽ 20 കാണാനുള്ളത്. ജമാദുൽ അവ്വൽ 20 ആ ബുധനാഴ്ച വരുന്നത്. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ എന്ത് ചെയ്യുമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുക. പല ആൾക്കാരും ഷെയ്ഖുനാനായിട്ട് നമുക്ക് പോയി ഈ മഹത്തായ പരിപാടിയിൽ നമുക്കിങ്ങനെ സംഘടിപ്പിക്കാനും ഒക്കെ കഴിഞ്ഞത് മഹാനായ ഷെയ്ഖുനാൻ്റെ പിന്നെ കാരണത്താലാണ്. മഹാനവറാണ് അതിനൊക്കെ കാരണം. മഹാനവറുകളുമായിട്ടുള്ള ആ ഓർമ്മ അത് പുതുക്കുന്ന സമയമാണ്. നമുക്ക് എപ്പോഴും ഓർമ്മയാണെങ്കിലും അതിൻ്റെ ആ ഉറൂസ് കൊണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുരീദന്മാരൊരു ബാധ്യതയാണ്. അപ്പം അത് സന്തോഷപൂർവ്വം നമ്മൾ നവംബർ എന്ന് പറഞ്ഞു
നവംബർ എത്ര പറഞ്ഞു? 12-ന്, നവംബർ 12-ന് ബുധനാഴ്ച രാവിലെ 9 മണി മുതൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയതുപോലെ തന്നെ രാവിലെ തന്നെ ഖത്തം ദ്വാരക്കണം. അതുപോലെ തന്നെ തൗഹീദിൻ്റെ മജ്ലിസ്, അത് ഓരോരുത്തരും ഒരു 1.25 ലക്ഷം ആ സമയത്ത് ഒക്കെ ഹദിയ ചെയ്യാൻ വേണ്ടി ചൊല്ലി വരിക. പിന്നെ അതിന് ശേഷം നമുക്ക് ഇടയിൽ ഉച്ചൻ്റെ സമയത്തൊക്കെ ആയിട്ട് കുറച്ച് സമയത്തൊക്കെ മഹാനവരെ പറ്റിയുള്ള ഓർമ്മകളും കാര്യങ്ങളൊക്കെ അനുസ്മരണ പ്രഭാഷണങ്ങളൊക്കെ നടത്തിയിട്ട് 4 മണിക്ക് നമ്മൾ അസ്ർ നിസ്കരിച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഭക്ഷണ വിതരണം ആണ്. എന്നുവെച്ചാൽ ഇവിടെ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അവരൊക്കെ നമ്മുടെ ഈ കാര്യത്തിൽ സന്തോഷിക്കുന്ന ആളുകൾ, സഹായിക്കുന്ന ആളുകളാണ്. അപ്പോൾ പിന്നെ ഇറച്ചിയും ചോറും പിന്നെ നമുക്ക് പിന്നെ കുടിയിൽ പോയിട്ട് കഴിക്കുകയും ചെയ്യുക, ഇതൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകാം. 4 മണി കഴിഞ്ഞാൽ ഈ ഭക്ഷണം കൊണ്ടുപോകണ നിലയ്ക്ക് അതിന് മുമ്പ് മൗലൂദ് കഴിഞ്ഞിട്ട്, മൗലൂദ് കഴിഞ്ഞതിന് ശേഷം ഈ ഭക്ഷണം കൊടുത്ത് പിന്നെ ആൾക്കാരെ പറഞ്ഞേക്കുക. നാട്ടിൽ നിന്നുള്ള എല്ലാ ആൾക്കാരെയും അതിന് വേണ്ടി വിളിക്കുകയും ചെയ്യണം. അപ്പോൾ അതിനൊക്കെ ഓരോരുത്തരും പിന്നെ അത് വലുതാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളാണ് അതിന് തീരുമാനിക്കേണ്ടത്. ആ പരിപാടിക്ക് ഞാൻ എൻ്റെ വക ഒരു പോത്ത് ഞാൻ ഇറക്കാമെന്ന് പറഞ്ഞാൽ ആ ഒരു പോത്ത് കൂടെ അതിൽ കൂടും. അതുപോലെ തന്നെ പിന്നെ അരിയും എല്ലാ സംഗതികളും ഉണ്ടല്ലോ, അതിന് വേണ്ടതുപോലെ നിങ്ങൾ തീരുമാനിച്ച് ആ ഉറൂസിന് നിങ്ങളെ വക, അത് പ്രിയപ്പെട്ട സഹോദരിമാരോടും പ്രത്യേകം പറയണം. അവരതിൻ്റെ സംഗതിനെ അറിയപ്പെട്ട ആളുകളോട് ഉസ്താദുണ്ട്, അതുപോലെ തന്നെ അവിടെ പതിനൊന്ന് ഉസ്താദുണ്ട്, പിന്നെ അബ്ദുറഹ്മാൻ ഉസ്താദുണ്ട്. ഇവരൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ. അവർക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് അത് വരുന്നതിന് തന്നെ ആ സംഗതിയൊക്കെ വിജയിപ്പിക്കണം. അർഹമുറാഹിമീന റബ്ബ് വിജയിപ്പിക്കട്ടെ. അർഹമുറാഹിമീന തമ്പുരാനെ നമ്മൾ ഈ പറഞ്ഞതും കേട്ടതുമൊക്കെ പകർത്താനും അതനുസരിച്ച് വിജയം വരിക്കാൻ ഞങ്ങൾക്ക് തോൽപ്പിക്കുക ചെയ്യണം തമ്പുരാന്. ഞങ്ങൾ ഈ മജ്‌ലിസിൽ നീ ബർക്കത്ത് ചെയ്യണം തമ്പുരാന്. അർഹമുറാഹിമീന റബ്ബ് അവർ യഥാർത്ഥ ഖാദിരികളായിക്കൊണ്ട് ജീലാനികളായിക്കൊണ്ട് ജീവിച്ച് ആ ഇസ്സത്തോടുകൂടി മരിക്കുന്ന കൂടുതൽ ഞങ്ങൾ നീ കൊടുത്തണം തമ്പുരാനെ. അവസാന സമയം നന്നാക്കി തരണം തമ്പുരാനെ. പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മുഞ്ചിരിച്ച് മരിക്കാൻ അർഹമുറാഹിമീന റബ്ബ് തോൽപ്പിക്കുക ചെയ്യണം തമ്പുരാനെ. ആനായ റസൂലുള്ളാഹി ഖദ്ദസുല്ലാഹു അസീസിനോട് കൂടെ, ആനായ ഖുതുബുസ്സമാൻ ഖദ്ദസുല്ലാഹു അസീസിനോട് കൂടെ നിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിലായിക്കൊണ്ട് ആഖിറത്തിൽ ഞങ്ങൾ നീ ഒരുമിപ്പിച്ച് കൂട്ടണേ തമ്പുരാനെ. അർഹമുറാഹിമീന റബ്ബിനെ സഹായിച്ചവരെ സഹായിക്കണം തമ്പുരാനെ, സ്നേഹിച്ചവരെ സ്നേഹിക്കണം തമ്പുരാനെ. റഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.